എല്ലാ മേഖലയിലും നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എനിക്കൊന്ന് ടോമസ് ബ്രദർ ഇന്ന് ഡ്യൂട്ടിയിലാന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഓരോ വ്യക്തികളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ മേൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അവർ ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നു അതൊക്കെ അത്ഭുതമായി തീരും. ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നു അതൊക്കെ സാക്ഷ്യമായി തീരും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവാത്മാവിനാൽ സകലത് നടക്കും. അപ്പോൾ പിതാവി, ഞങ്ങളുടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കുന്ന ഒരു നല്ല ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. നന്മ കൊണ്ട് നിറയ്ക്കുന്ന ഒരു നല്ല കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ഞങ്ങൾ അത്ഭുത സാക്ഷ്യമാക്കി മാറ്റും. എല്ലാ മേഖലയിലും ഞങ്ങൾ ഫലം കായ്ക്കും. സകലത്തിലും ദൈവത്താൽ ഞങ്ങൾ വാഴും. നമുക്ക് ഒരുമിച്ച് ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശം ഇല്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയെയും അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, ഇത് യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയുവാൻ കർത്താവ് ഞങ്ങൾ അഭിഷേകം ചെയ്തിരിക്കുന്ന സുവിശേഷം പറയാൻ വേണ്ടി മാത്രമല്ല, രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ബന്ധിതരെ മോചിപ്പിക്കുവാനും പീഡിതനെ വിടുവിച്ചയക്കുവാനും കൂടെ കാഴ്ച പ്രസംഗിക്കുവാനും മരിച്ചതിനെ ഉയർപ്പിക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളിലൂടെ വരുവാൻ കർത്താവ് ഞങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ വീര്യപ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ വീര്യപ്രവർത്തികൾക്കായി സ്തുതിക്കുന്നു. ഇത് കർത്താവിൻ്റെ സമയമാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ്. പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസിൻ്റെ സമയമാണ്. നമുക്ക് വേഗത്തിൽ കർത്താവിൻ്റെ വചനം കേൾക്കാം. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ആമേൻ. ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മുടെ ഭവനത്തിന്റെ അകത്ത് യേശുക്രിസ്തു പറഞ്ഞു, ഒരുവന്റെ മേൽ നിന്നും ഭൂതം വിട്ടുപോയാൽ അത് നീരില്ലാത്ത പ്രദേശത്ത് തണുപ്പ് അന്വേഷിച്ച് നടക്കുന്നു. അതിന്റെ ആഗ്രഹം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു തണുപ്പുണ്ടെങ്കിൽ ആ തണുപ്പിന്റെ അകത്തൊന്ന് കയറിപ്പെട്ടണം. ഞാൻ പറഞ്ഞതല്ല, മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ഇന്നലെ കേൾക്കുവാൻ ഇടയായി തീർന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കേൾക്കാൻ ഇടയായി തീർന്നു. നിങ്ങൾക്ക് ആ വചനങ്ങൾ അവിടെ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. അവിടെ നമുക്ക് അവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കിയ വാക്യം നോക്കി ഇന്നലെ കേട്ടതിന്റെ ബാക്കി ഭാഗമാണ് പോകുന്നത്. മത്തായിൽ പറഞ്ഞതുപോലെ തന്നെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആ അശുദ്ധാത്മാവോ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലത്ത് കൂടി തണുപ്പ് അന്വേഷിക്കുന്നു. അപ്പം നമ്മുടെ വീട് ചൂടുള്ളതായിരിക്കണം. അപ്പോൾ വിശ്വാസികളുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസത്തിൽ വന്നാൽ, ഞാൻ പറഞ്ഞില്ല, വിശ്വാസത്തിൽ വന്നാൽ എല്ലാം തികയുകയല്ല, പകരം നിങ്ങൾ ആരംഭിക്കുകയാണ്, നിങ്ങൾ തുടങ്ങുകയാണ്. പ്രാർത്ഥന ഭവനത്തിൽ ഉയരണം. പ്രാർത്ഥനയാൽ ഒരു അന്തരീക്ഷം, വചനത്താൽ ഒരു അന്തരീക്ഷം നമ്മുടെ ഭവനത്തിൽ സൃഷ്ടിക്കണം. നമ്മുടെ TV ആയിക്കോട്ടെ, നമ്മുടെ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, അതിൻ്റെ അകത്തെല്ലാം നമ്മൾ പ്രാർത്ഥനയുടെയും വചനത്തിൻ്റെയും ഒരു അന്തരീക്ഷം എപ്പോഴും ഉണ്ടായിരിക്കണം. മൊബൈൽ നോക്കുന്നത് തെറ്റല്ല ഞാൻ പറഞ്ഞത്, TV കാണുന്നതിൻ്റെ കുഴപ്പമല്ല ഞാൻ ഈ പറഞ്ഞത്. എല്ലാ മേഖലയ്ക്കകത്തും അതോറിറ്റി, ഒരു അവകാശം വചനത്തിനായിരിക്കണം. ഞാനിന്ന് വേഗത്തിൽ ആ വചന ഭാഗത്തിലേക്ക് തന്നെ പോവാണ്. ഞാൻ ഇന്നത്തെ വചനത്തിലേക്ക് വരുമ്പോൾ തന്നെ അനുഗ്രഹത്തിൻ്റെ ഒരു യുദ്ധം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്നു. അനുഗ്രഹത്തിൻ്റെ യുദ്ധം എന്താണ്? ക്രിസ്തു യേശുവിൽ നിങ്ങളെല്ലാവരും ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത്, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അകത്ത് ഇന്നലെ കേട്ടതുപോലെ ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും, എബ്രായർ 4:12 ജീവനുള്ളതും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ അത് മൂർച്ചയേറിയതും പ്രാണനെയും സദ്യമജ്ജകളെയും വേർപിടിക്കുമാറ് തുളച്ചു കയറുന്നതാണ്. കേക്കെ ഇവിടെ സദൃശവാക്യത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ അപ്പത്തെ വെള്ളത്തിന്റെ മീതെ എറിയുക, ഏറിയ നാൾ കഴിയുമ്പോൾ അത് നിനക്ക് കിട്ടും. നോക്കിക്കേ, നിന്റെ അപ്പത്തെ വെള്ളത്തിന്റെ മീതെ എറിയുക, ഏറിയ നാൾ കഴിയുമ്പോൾ നിനക്കത് കിട്ടും.
അടുത്ത വാക്യത്തിൽ പറയുന്നു, കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുന്നില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുന്നില്ല, കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവാകേണ്ടത് എങ്ങനെയെന്നും നിങ്ങൾ അറിയാത്തതുപോലെ സകലത്തെയും ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. കണ്ടോ, രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരം നിന്റെ കൈ ഇളച്ചിരിക്കരുത്, ഇതാ അതോ ഏത് സഫലമാക്കുന്നു എന്ന് രണ്ടും ഒരുപോലെ. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ വിത്തും അപ്പവുമായിട്ടൊരു കണക്ഷൻ വന്നത്? സദൃശവാക്യത്തിൽ ഈ വചനം പറയുമ്പോൾ യഹൂദന്മാരുടെ ഒരു പശ്ചാത്തലമുണ്ട്. യോർദാൻ ഇങ്ങനെ കര കവിഞ്ഞ് നമുക്കറിയാം, ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, യോർദാൻ ഇങ്ങനെ കര കവിഞ്ഞ് ഇങ്ങനെ ഒഴുകും. യോർദാന്റെ ഒരു പ്രത്യേകതയാണ്, കൊയ്ത്ത് കാലമാകുന്ന സമയമാകുമ്പോൾ യോർദാൻ പെട്ടെന്ന് എന്ത് ചെയ്യും, നിറഞ്ഞങ്ങോട്ട് ഒഴുകും. ഈ ഒഴുകി പോകുന്ന സമയത്ത് കര ഏതാ, വഴി ഏതാ, കുഴി ഏതാ തിരിച്ചറിയാത്ത രീതിയിൽ യോർദാൻ ഇങ്ങനെ കര കവിഞ്ഞ്, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റും അല്ലേ? മെയിൻ റോഡ് കാണാൻ പറ്റത്തില്ല, എല്ലാം വെള്ളത്താൽ മൂടപ്പെട്ടു കിടക്കും. എന്നാൽ നമുക്ക് നമ്മുടെ വീടിന്റെ പരിസരം നമുക്കറിയാം അല്ലേ? നമുക്ക് ആ വീടിന്റെ മതിലുമൊക്കെ മുങ്ങിപ്പോലെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. യഹൂദന്റെ ഇടയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ സമയത്ത് ഈ വെള്ളം പൊങ്ങിക്കിടക്കുന്ന സമയത്ത് വെള്ളം താന്ന് അതിന്റെ അളവ് കുറഞ്ഞ് ഭൂമിയിലേക്ക് ആ വെള്ളം വലിഞ്ഞു വരുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്യും, വിത്ത് എറിയും. ഇവരിങ്ങനെ വിത്ത് എറിയും. നോക്കിക്കോണേ, വെള്ളം താന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന സമയമാകുമ്പോൾ യഹൂദന്മാര് ശേഷിച്ചിരിക്കുന്ന വിത്ത് എന്ത് ചെയ്യും, ഇതിങ്ങനെ വെള്ളത്തിന്റെ മീതെ എറിയും. ഈ വിത്ത് നേരെ പോയിട്ട് എന്ത് ചെയ്യും, വെള്ളം താന്ന് തുടങ്ങുമ്പോൾ നേരെ അടിയിലേക്ക്, അത് ഒഴുക്ക് സമയമല്ല, ഇതിങ്ങനെ നമുക്കറിയാം വെള്ളത്തിന്റെ താഴ്ച, അതിന്റെ ഫ്ലോ കുറയുന്ന അനുസരിച്ച് ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്കറിയാം അവിടെ പയ്യെ വെള്ളം ഭൂമിയിലേക്ക് താന്നിറങ്ങും. ഈ സമയം നോക്കി യഹൂദൻ എന്ത് ചെയ്യും, വിത്ത് എറിയും. ഇത് കലക്കവെള്ളമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം നല്ല തെളിവെള്ളമല്ലായിരിക്കാം. ഇവർ ഈ സമയത്ത് വിത്തെറിയുമ്പോൾ മറ്റാൾക്കാരെല്ലാം പരിഹസിക്കും, എന്തിനാണ് ഈ വിത്തിനെ എറിയുന്നത്? എന്നാൽ ബൈബിൾ പറയുന്നു, നിന്റെ അപ്പത്തെ വെള്ളത്തിന്റെ മീതെ ഏറിയ നാൾ കഴിയുമ്പോൾ അത് മടങ്ങി വരും. കണ്ടോ, ഈ വെള്ളം താന്ന് ഭൂമിക്കടിയിലേക്ക് പോയതിനു ശേഷം ഈ നനഞ്ഞ മണ്ണിൽ നിന്നും കുറെ കഴിയുമ്പോൾ മുളകൾ പൊട്ടി പുറത്തേക്ക് വരും. കണ്ടോ, അതുകൊണ്ടാണ് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുന്നില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുന്നില്ല, കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിന്റെ അസ്ഥികൾ ഉരുവാകേണ്ടത് എങ്ങനെയെന്നും നമുക്കറിയത്തില്ലല്ലേ? നിങ്ങളെല്ലാം സഹോദരിമാരിൻ്റെ അകത്തുണ്ടല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ അസ്ഥികൾ ഒരു മനുഷ്യന്റെ ഉദരത്തിൽ ഉരുവാകുക. ഒരു സഹോദരിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ, ഒരു മനുഷ്യ ശരീരത്തിൽ അസ്ഥികൾ എങ്ങനെ വരുന്നത് നോക്കിക്കേ. ഒരു അസ്ഥി ഉണ്ടായി വരികയാണ്. അതുവരെ ഇല്ലാത്ത ഒരു അസ്ഥി ഗുണം അവിടെ ഉണ്ടായി വരികയാണ്. കുഞ്ഞിന്റെ അസ്ഥി ഗുണം ഉണ്ടായി വരികയാണ്. സദൃശവാക്യത്തിൽ പറയുകയാണെ, നമുക്ക് എത്ര തലപുകഞ്ഞ് ചിന്തിച്ചാൽ ഇത് എങ്ങനെയാ സംഭവിക്കുന്നത്? നമുക്കൊരിക്കലും ഒരു അസ്ഥി സൃഷ്ടിക്കാൻ പറ്റത്തില്ല അല്ലേ? നമ്മുടെ കയ്യിൽ ഒരു കാലോ കയ്യോ വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് വളരത്തില്ല. നഖം വളരുമായിരിക്കാം, ദശ വളരുമായിരിക്കാം, അസ്ഥിക്ക് വളരാൻ കഴിയത്തില്ല. വൺസ് നിങ്ങളുടെ അസ്ഥി മുറിഞ്ഞു പോയാൽ പിന്നെ ഒരിക്കലും അത് വളരത്തില്ല. പക്ഷെ വചനം പറയുന്നു, ഒരു ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവാകുന്നത് എങ്ങനെയാണ്? കണ്ടോ, നമ്മുടെ അസ്ഥി മുറിഞ്ഞാൽ പിന്നെ അതിന് വളർച്ചയില്ലെങ്കിൽ ഒരു ഗർഭിണിയുടെ ഉദരത്തിൽ പെട്ടെന്ന് ഒരു അസ്ഥി വരുന്നു, ഒരു അസ്ഥി കുടം വരുന്നു, ഒരു ജീവൻ വരുന്നു, ഒരു മനുഷ്യ ശരീരം ഉളവാകുന്നു. നമ്മൾ എത്ര തലപോകം ചിന്തിച്ചാലും ഉത്തരമില്ല. ബൈബിൾ പറയുന്നു, ഇതാണ് ദൈവം, ഇതാണ് ദൈവം. അപ്പൊ നിങ്ങൾ ഈ വീടിന്റെ അകത്തിരുന്നോണ്ട് വചനം പറയുമ്പോൾ യോർദാൻ കവിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഒന്നും കാണാൻ പറ്റുന്നില്ല, കര കാണാൻ പറ്റുന്നില്ല, കുഴി കാണാൻ പറ്റുന്നില്ല, ഒരു സാഹചര്യവും കൺമുമ്പിൽ കാണുന്നില്ല. പക്ഷെ വിത്തിനെ എറിയുമ്പോൾ ഏറെ നാൾ കഴിയുമ്പോൾ, കണ്ടോ, ഏറെ നാൾ കഴിയുമ്പോൾ അത് മുളച്ചു വരും. നോക്കിക്കേ, ആമേൻ. യോശുവയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ യെരിഹോമിൽ ഇസ്രായേൽ മക്കൾ നിമിത്തം അടച്ചുറപ്പുണ്ടായിരുന്നു. നോക്കിക്കേ, യെരിഹോമിൽ ഇസ്രായേൽ മക്കൾ വരുന്നത് അറിഞ്ഞപ്പോൾ തന്നെ യെരിഹോമിലുള്ള ജനങ്ങളെല്ലാം അവർ നിമിത്തം അടച്ചുറപ്പായിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. യഹോവ യോശുവയോട് കൽപ്പിക്കുകയാണ്, ഞാൻ യെരിഹോമിനെ, അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. വചനം പറയാൻ വേണ്ടി ആരംഭിക്കുന്നവര് മനസ്സിന്റെ അകത്ത് ഒരു കാര്യം ഉറപ്പുണ്ടായിരിക്കണമേ, എന്റെ ദൈവം ശത്രുവിനെ എന്റെ കാൽ കീഴിലാക്കിയിരിക്കുക. ഞാൻ എന്തിനാ ഈ വചനം പറയുന്നറിയാവോ? വചനം എൻ്റെ ആഹാരമാണ്, അന്യഭാഷ എൻ്റെ ആഹാരമാണ്.
നമ്മൾ 3 നേരം ആഹാരം കഴിക്കുന്നത് പോലെ മനുഷ്യൻ വിശപ്പുണ്ട്, അവൻ തളർന്നു പോകാൻ സാധ്യതയുണ്ട്, ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്, പുഷ്ടി കുറയുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ മനുഷ്യനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ വചന ഭക്ഷണം. ഇവിടെ നോക്കിക്കേ, യഹോവ കൽപ്പിക്കുകയാണ്, എരിഹോവിനെ, അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും ഏൽപ്പിച്ചിരിക്കുന്നു. പിന്നെ എന്തിനാ കർത്താവ് അടുത്ത വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. കണ്ടോ, യുദ്ധം തന്നിരിക്കുകയാണ്, അവരെ പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്, അവിടുത്തെ യുദ്ധവീരന്മാരെ കയ്യിൽ ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ്. പിന്നെ എന്തിനാ കർത്താവെ 6 വട്ടം ചെയ്യുന്നത്? ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ആ എരിഹോമിന്റെ ശക്തിയെ അങ്ങോട്ട് ഉടയ്ക്കുക. നമ്മൾ ഇന്നലെ കേട്ടില്ലേ, അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? കാരാഗൃഹത്തിന്റെ അകത്ത് അർദ്ധരാത്രി പൗലോസും ശീലാസും ആരാധിച്ചും പാടി സ്തുതിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഭൂകമ്പമുണ്ടായി, കാരാഗൃഹത്തിന്റെ അടിസ്ഥാനത്തെ കുലുക്കി. കണ്ടോ, ഈ എരിഹോം എന്ന് പറയുന്നത് നമുക്കറിയാം, ആ എരിഹോമിന്റെ മതിലെ തേര് ഓടിക്കാൻ പറ്റും. നമ്മുടെ മതിലേൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വലിയൊരു തേര്, കുതിരയെ കൊണ്ടുവന്ന് ഓടിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും ശക്തി ഇല്ല. പക്ഷെ എരിഹോമിന്റെ മതിലെ കൂടെ ഓടിക്കാൻ പറ്റും, അത്രയ്ക്കും വലിപ്പവും സ്ട്രോങ് ആണത്. ഇത് ഇളക്കാൻ ദൈവം പറയുക, 6 ദിവസം എന്ത് ചെയ്യണം, ചുറ്റി നടക്കണം. നോക്കിയേ, 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം 7-ാം ദിവസം. എന്താണ് 7 എന്ന് പറഞ്ഞാൽ? നിവർത്തിയുടെ വാക്കാണ്. ദൈവത്തിന്റെ ഒരു സൈനയും ഫുൾഫില്ലിമെന്റിനെ കാണിക്കുന്ന ഒരു വാക്കാണ് 7 എന്നുള്ളത്. 5 എന്നുള്ളത് കൃപയുടെ നമ്പർ ആണെങ്കിൽ 7 എന്നുള്ളത് കംപ്ലീഷനെ കാണിക്കുന്നതാണ്. നോക്കിയേ, 7-ാം പ്രാവശ്യം പട്ടണത്തിൽ ചുറ്റും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. അവൻ ആട്ടിൻ കൊമ്പും, അങ്ങനെ താഴോട്ട് വരുമ്പോൾ നിങ്ങളത് വായിച്ചാൽ മതി, ഞാൻ വേഗത്തിൽ അങ്ങ് പോവാണ്. അങ്ങനെ ഓരോ ദിവസം അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ ജനത്തോട് അവർ, നിങ്ങൾ ചെന്ന് പട്ടണത്തെ ചുറ്റി നടപ്പിൻ, ആയുധപാണികൾ യഹോവയുടെ പട്ടണത്തിന് മുമ്പിൽ നടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ യോശുവ ജനത്തോട് പറഞ്ഞതും, അങ്ങനെ ഓരോ വ്യക്തികൾ എന്ത് ചെയ്തു, അങ്ങനെ ഓരോ ദിവസവും യോശുവ ജനത്തോട് ആർപ്പിടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. നാൾ വരെ നിങ്ങൾ ആർപ്പിടരുത്, ഒച്ച കേൾക്കരുത്, വായിരുന്ന ഒരു വാക്ക് പോലും പുറപ്പെടരുത്, അതിനുശേഷം ആർപ്പിടാം. അങ്ങനെ യഹോവയുടെ പെട്ടകം ഒരു പ്രാവശ്യം അങ്ങനെ യഹോവയുടെ പെട്ടകം ഒരു പ്രാവശ്യം പട്ടണത്തിന്റെ ചുറ്റും നടന്നു. പിന്നെ അവർ പാളയത്തിലേക്ക് വന്നു, അവിടെ പാർത്തു. യോശുവ അധികാലത്ത് എഴുന്നേറ്റ് പുരോഹിതന്മാരും യഹോവയുടെ പെട്ടകം എടുത്തു. ഇങ്ങനെ യഹോവയുടെ പെട്ടകവുമായിട്ടാണ് പോകുന്നത്. യഹോവയുടെ പെട്ടകം എന്തൊക്കെയാണ്? യഹോവയുടെ പെട്ടകത്തിന്റെ അകത്തുള്ള, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? യഹോവയുടെ പെട്ടകത്തിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്, ഒന്ന് പറയാൻ പറ്റുമോ? മൂന്ന് കാര്യങ്ങൾ യഹോവയുടെ പെട്ടകത്തിന്റെ അകത്തുണ്ട്. 1, 10 കൽപ്പന, ദൈവത്തിന്റെ വചനം. 2, മന്ന ഇട്ട് വെച്ച ജീവന്റെ അപ്പം, ആകാശത്ത് ഇറങ്ങി വന്ന മന്ന. ദൈവം പറഞ്ഞു, ആകാശം ഇറങ്ങി വന്ന അപ്പം, ഇതൊരു സിമ്പലാണ്, ജീവന്റെ അപ്പത്തിന്റെ സിമ്പൽ. യേശു പറഞ്ഞു, നിങ്ങൾ മരുഭൂമിയിൽ വെച്ച് തിന്നിട്ട് നശിച്ചു പോകുന്ന അപ്പമല്ല, ഞാനാണ് ജീവന്റെ അപ്പം. ഇതൊരു സിമ്പലാണ് യേശുവിന്റെ. 2, ദൈവത്തിന്റെ വചനം അഥവാ കൽപ്പന. 3, അഹരോന്റെ തളിർത്ത വടി പൗരോഹിത്യത്തെ കാണിക്കുന്നു. നോക്കിക്കേ, ഇത് 3ഉം നിറഞ്ഞിരിക്കുന്ന പെട്ടകം, ദൈവത്തിന്റെ പെട്ടകം, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള പെട്ടകം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ബൈബിൾ പറയുന്നു, കർത്താവ് എനിക്കൊരു മാംസളമായ ഹൃദയം തന്നു, എൻ്റെ ഹൃദയത്തിൽ അവൻ വചനത്തെ എഴുതിയിരിക്കുന്നു. കണ്ടോ? 2, യേശു പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. ആ അപ്പം ഇപ്പൊ എൻ്റെ ഉള്ളിലുണ്ട്. 3-മതായിട്ട് പൗരോഹിത്യം, രാജകീയ പൗരോഹിത്യ വർഗം. അപ്പം നിങ്ങൾ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ പെട്ടകമാണ്. ഈ പെട്ടകം ചെല്ലുന്നോടത്ത് എരിഹോമുകൾ ഇടിയും. മനസ്സിലായോ? പഴയ നിയമത്തിൽ ഇത് നിഴലാണ്. അപ്പം പെട്ടകമകത്തുള്ളവൻ ആർപ്പിടണം. ഇത് പൗലോസിന് മനസ്സിലായി, ഞാൻ ദൈവത്തിന്റെ പെട്ടകമാണ്. ബൈബിൾ പറയും, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് ഈ 3 കാര്യങ്ങൾ കിടപ്പുണ്ട്. ബൈബിൾ പറയുന്നു, അഹരോന്റെ തളിർത്ത വടി പൗരോഹിത്യത്തെ കാണിക്കുന്നതാണ്. പത്രോസ് പറഞ്ഞു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പൗരോഹിത്യ വർഗം. കണ്ടോ? അടുത്തത് ജീവന്റെ മന്ന ഇപ്പൊ എൻ്റെ അകത്തുണ്ട്. പഴയ നിയമത്തിൽ മന്ന ഒരു നിഴലാണ്. യേശു പറഞ്ഞു, ഞാനാണ് സ്വർഗത്തിൽ, നിങ്ങൾ മരുഭൂമിയിൽ നിങ്ങളുടെ പിതാക്കന്മാർ കഴിച്ചിട്ട് മരിച്ചുപോയത് മന്നയെ പറ്റിയല്ല ഞാനീ പറഞ്ഞത്, ഞാനാണ് സാക്ഷാൽ ജീവന്റെ അപ്പം. എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. ഇപ്പം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുക. 3, ദൈവത്തിന്റെ വചനം.
അതാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവനൊരു മാംസളമായ ഹൃദയം തന്നിരിക്കുന്നു. കല്ലായ ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം തന്നിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ അവൻ വചനത്തെ എഴുതിയിരിക്കുന്നു. പറഞ്ഞാട്ടെ, എൻ്റെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ. എന്റെ ഹൃദയത്തിന്റെ മാംസപലകയിൽ. ആമേൻ. അപ്പൊ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ഞാൻ എന്താ ഇത് പഴയ നിയമമായിട്ട് പറയാൻ കാരണം, നിങ്ങളാണ് ഇപ്പൊ പെട്ടകം. ഈ പെട്ടകം എന്ത് ചെയ്യണം? ഇന്ന് ചലിക്കുന്ന പെട്ടകമാണ് നിങ്ങൾ. ചലിക്കുന്ന പെട്ടകം എവിടെ ചെല്ലുന്നു അവിടെ എരിഹോമുകൾ ഇടിയും, പക്ഷെ ആർപ്പിടണം. നോക്കിക്കേ, സദൃശ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് വായിച്ചു നോക്കിയേ. പൗലോസിന് മനസ്സിലായവർ അർദ്ധരാത്രി പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു. ഭവനത്തിന്റെ അകത്ത് പാടി സ്തുതിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. നിങ്ങൾ പെട്ടകമാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നറിയാവോ? വലിയ ഭൂകമ്പം ഉണ്ടാകും. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങും. വാതിലൊക്കെ തന്നെ തുറക്കും. എന്നോട് പറഞ്ഞ വാതിലൊക്കെ തന്നെ തുറക്കും എന്ന് പറ. ഇനി എന്റെ ചോദ്യം എന്തിനാണെന്നറിയോ? വാതില് തുറക്കുന്നറിയോ? നന്മ അങ്ങോട്ട് കയറാൻ വേണ്ടിയാ. എന്റെ ഭവനത്തെ അത്ഭുതം ആകർഷിക്കണം. എന്റെ ഭവനത്തെ നന്മ ആകർഷിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നിങ്ങളുടെ ഭവനത്തെ നോക്കി നിൽക്കുന്ന രണ്ടുപേരുണ്ട്. ഒന്ന് അത്ഭുതവും, രണ്ട് പിശാചും. അവൻ നീരില്ലാത്ത പ്രദേശത്ത് തണുപ്പനുയോഗം ഭാര്യയും ഭർത്താവും തമ്മിൽ പൊരിഞ്ഞടിയ. വീടിന്റെ അകത്തൊരു ദൈവദാസന്മാരെ കുറ്റം പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു. ഭവനത്തിന്റെ അകത്ത് മുഴുവൻ TV ഓണാക്കിയ മുഴുവനും സിനിമാ പാട്ടും മറ്റു ഇതും എല്ലാം നിറഞ്ഞിരിക്കുക. കണ്ടോ പ്രിയര്? ഞാൻ അത് കേൾക്കരുതെന്ന് ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും ഒരു പരിധി വേണേ. ഹല്ലേലൂയ. എല്ലാത്തിനും ഒരു പരിധി വേണേ. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഞാൻ എപ്പോഴും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരു പരിധി വിട്ട്, അഥവാ നിങ്ങളിപ്പോൾ ഇൻവോൾവ് ആയി പോയിരിക്കട്ടെ, 1 മണിക്കൂർ ബദറെ എൻ്റെ സമയം ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങ് പോയി. ഞാൻ പറയുന്ന 1 മണിക്കൂർ സോഷ്യൽ മീഡിയ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ വേണ്ടി മെനക്കെടണം. അങ്ങനെ ഒരു വാശി വേണം. സങ്കടപ്പെട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ 1 മണിക്കൂർ കളഞ്ഞ ബദറെ, സാരമില്ല. 1 മണിക്കൂർ സോഷ്യൽ മീഡിയ കളഞ്ഞെങ്കിൽ 1.5 മണിക്കൂർ പ്രാർത്ഥിക്കേ. കണ്ടോ? ഓവർകം ചെയ്യും. അപ്പൊ നമുക്ക് തന്നെ ഈ ടെൻഡൻസികളൊക്കെ മാറും. ഇതെന്നെ കുഴപ്പമെന്നറിയാവോ? എപ്പോഴും നിരാശയാ. ഞാൻ മൊബൈൽ ഫോണിൽ കയറി എൻ്റെ സമയം എല്ലാം കളഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. വേണ്ട, നിർത്ത്. ആ നിമിഷം മൂലം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും 1 മണിക്കൂർ. കണ്ടോ? അങ്ങനെ ചെയ്യാൻ തുടങ്ങി തന്നെ എന്ത് ചെയ്യും? ഓവർകം ചെയ്യാനുള്ള ഒരു അതോറിറ്റി നമ്മളിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങും. ഇനി ഇവിടെ പോലെ ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. അടുത്തൊരു പദത്തിലേക്ക് നമ്മൾ കയറുക. അപ്പൊ വചനം പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്നു 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഭവനത്തിന്റെ അകത്ത് ഒരു അന്തരീക്ഷം ഉണ്ടാകണം. എപ്പോഴും പറയണം, എൻ്റെ ഭവനത്തിൽ ജീവൻ വ്യാപരിക്കും. 91-ാം സങ്കീർത്തനം നമ്മൾ ഇതിന് ശേഷം വായിക്കുന്നതായിരിക്കും ഒരുമിച്ച്. എല്ലാ ദിവസവും 91-ാം സങ്കീർത്തനം സങ്കീർത്തനക്കാരൻ എഴുതിയതുപോലെ വായിക്കരുത്. അവിടെയാ പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, സങ്കീർത്തനക്കാരൻ എഴുതിയതുപോലെ വായിച്ചാൽ ആ സങ്കീർത്തനത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. അതാ പ്രശ്നം. സങ്കീർത്തനക്കാരൻ എഴുതിയതുപോലെ അല്ല നിങ്ങൾ വായിക്കേണ്ടത്. നിങ്ങൾ വായിക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാം. 91-ാം സങ്കീർത്തനത്തിലേക്ക് ഒന്ന് ഓടി വരണേ. ഞാൻ അത് എടുക്കാൻ വേണ്ടി പോവാണേ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഇത് ആരാണ്ടെ പറ്റി എഴുതിയേക്കുക. കണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, എഴുതിയതുപോലെ വായിക്കരുത്. ഇത് എഴുതിയ ആള് അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന ഏതോ ഒരാളെ പറ്റിയാ പറയാം. അത് ഞാനാണ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവനും വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുന്ന ഞാൻ. കണ്ടോ? അവിടെ ഞാനാകണം. അവിടെ അതാണ് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ എഴുതിയതുപോലെ വായിക്കുന്നതുകൊണ്ട് ഈ പ്രശ്നം. എഴുതിയതുപോലെ വായിക്കുന്നത്, എഴുതിയത് ആർക്ക് വേണ്ടിയാ? എഴുതിയത് എഴുത്തുകാരൻ പലർക്കും വേണ്ടിയാ. ഏറ്റെടുക്കുന്നവർക്കാണ് ഇത് പ്രയോജനപ്പെടുന്നത്. കണ്ടോ? ഇതാ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും അങ്ങ് വായിച്ചങ്ങ് വിടുക. വായിച്ചു വിട്ടുകൊണ്ട് കാര്യമില്ല പ്രിയരെ. ഏറ്റെടുക്കണമെങ്കിൽ ആ വചനം സ്വന്തമാക്കണം. ഇവിടെ മുതൽ നമ്മൾ ആത്മീയമായിട്ടൊരു വാർഫെയറിനെ പറ്റി പഠിക്കാൻ വേണ്ടി പോവാ. നോക്കിയേ, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തി നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഞാൻ യഹോവയെക്കുറിച്ച് ഞാൻ പറയുന്നു. യഹോവയെക്കുറിച്ച്, ദൈവം എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് ഞാൻ പറയുന്നു. കണ്ടോ? അടുത്തത്, ദൈവം എന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കുന്നല്ല, അവൻ വിടുവിച്ചിരിക്കുന്നു.
ഹല്ലേലൂയ. തന്റെ തൂവല് കൊണ്ട് എന്നെ മറച്ചിരിക്കുന്നു. തന്റെ ചിറകിന്റെ കീഴിൽ എനിക്ക് ശരണം പ്രാപിച്ചിരിക്കുന്നു. പ്രാപിക്കുമെന്നാ കൊടുത്തേക്കുന്നത്. പ്രാപിക്കും. ഞാൻ പ്രാപിച്ചിരിക്കുന്നു. കണ്ടോ, ഇവിടെയാണ് വിശ്വാസം എന്ന വാക്കിന്റെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചർ ടെൻസ് ആണ്, നടക്കാൻ പോകുന്ന കാര്യമാണ്. ഞാൻ പ്രാപിച്ചിരിക്കുന്നു. വ്യത്യാസം മനസ്സിലായോ? ഇങ്ങനെ വേണം വചനം പറയാൻ. നിങ്ങൾ ദൈവത്തിന്റെ പെട്ടകമാണോ? എരിഹോമുകൾ ഇടിയേണ്ടത് കാണണ്ടേ? പറയണം, ഞാൻ പ്രാപിച്ചിരിക്കുന്നു. കർത്താവിന്റെ വിശ്വസ്തതയാണ് എൻ്റെ പരിചയം, എൻ്റെ പലകയുമാകുന്നു. അടുത്ത വാക്യം, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും. ഇവിടെ ഒക്കെ ഉണ്ടോ? നമ്മുടെ പകലും രാത്രിയിലും എല്ലാം എന്തുണ്ട്? നീര് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. നീരില്ലാത്ത പ്രദേശത്ത് തണുപ്പ് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞ. രാത്രിയിലെ ആൾക്കാരുണ്ട്, പകൽ പറക്കുന്ന അസ്ത്രങ്ങളുണ്ട്, ഇരുട്ട് ചെറിക്കുന്ന മഹാമാരിയുണ്ട്, നട്ടുച്ചയ്ക്ക് വരുന്ന എന്താ പറയുന്നത്, ഉച്ചയ്ക്ക് വരുന്ന നശിക്കുന്ന സംഹാരമുണ്ട്. അടുത്ത വാക്യം പറഞ്ഞ് ഞാൻ പേടിക്കത്തില്ല പറയണം. ഇതെല്ലാ ദിവസവും പറയും. ഈ ഭയമാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് സ്റ്റെബിലിറ്റി തരാത്തത്. ഭയം. ചില കണ്ടിട്ടില്ലേ, ഭയവാ. പ്രാർത്ഥനയ്ക്ക് പോകാൻ പറഞ്ഞ ഭയം. നമുക്ക് ഏതെങ്കിലും ഒരു മനസ്സിലേക്ക് ഒരു ചിന്ത വന്ന ഭയം. ഈ ഭയത്തെ ജയിക്കാനുള്ള ഏറ്റവും നല്ല വചനം ഇതാ കേട്ടോ. ഇതെല്ലാ ദിവസം പറഞ്ഞു. രാത്രിയിലെ ഭയം കണ്ടോ, പകൽ പറക്കുന്ന. ഇവരാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന ആൾക്കാർ. ഒമാരെ ഭയപ്പെടുത്തുന്നത് ആകുല ചിന്തകൾ കൊണ്ടിടുന്ന ആൾക്കാരായത്. ഇവരാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എന്തേലും വന്ന ഉടനെ പേടിപ്പെടുത്തുന്ന ഭയാനകമായ ചിന്തകൾ ഇടുന്നത്. ഒരു വേദന വന്നാൽ വലിയ ഒരു അനർത്ഥം സംഭവിക്കാൻ പോകുന്നെന്നുള്ള ഭയം, ഏതെങ്കിലും വിഷയം വന്നാൽ നശിക്കുമെന്ന് പറയുന്ന രീതിയിലുള്ള ഭയങ്ങൾ കൊണ്ടിടുന്ന ആൾക്കാരേത്. രാത്രിയിൽ ഭയപ്പെടുത്തുന്ന, രാത്രിയിലെ ഭയത്തെയും പകൽപ്പെടുന്ന നഷ്ടത്തെയും ഇരുട്ടുന്ന മഹാമാരിയെയും ഉച്ചയ്ക്കുന്ന സംഹാരത്തെയും എനിക്ക് പേടിക്കത്തില്ല. ഞാൻ പേടിക്കത്തില്ല പറയണം. പേടിപ്പാനില്ല എന്നാ പറയുന്നത്. അത് സങ്കീർത്തനക്കാരൻ ആർക്കോ വേണ്ടി എഴുതിയതാണ്, എനിക്ക് വേണ്ടി. അത് കണ്ടോ? ഇനി ഞാൻ ആർക്കോ അല്ല, എനിക്കാ. അടുത്തത്, എൻ്റെ വശത്ത് 1000 പേരും എൻ്റെ വശത്ത് 10,000 പേരും വീഴും, എങ്കിലും എന്നോട് അടുത്ത് വരത്തില്ല. എൻ്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന് വരുന്ന പ്രതിഫലം ഞാൻ കാണും. ദുഷ്ടന്റെ ആശ നശിക്കും, അവൻ പല്ലു കടിച്ച് ഉരുകിപ്പോകും. യഹോവ എൻ്റെ സങ്കേതമാകുന്നു, അത്യുന്നതന്റെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. അടുത്ത വാക്യം, ഒരനർത്ഥവും നിനക്ക്. കണ്ട് ഇവിടെ കുഴപ്പം. നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാ വായിക്കുന്നത്? സാധാരണ എങ്ങനെയാ വായിക്കുന്നത്? നിങ്ങൾ പറ, എങ്ങനെ? ഒന്ന് വായിച്ച് ആ വാക്യം മാത്രം ഒന്ന് വായിച്ച്. ഒരനർത്ഥവും അതുപോലെ വായിക്കണം. എനിക്ക് ഭവിക്കയില്ല. ഞാൻ എനിക്കെന്ന് പറഞ്ഞില്ല, ഞാൻ എനിക്കെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ നമ്മൾ പലരും ആൾക്കാരും പറയുന്നത് നിനക്ക്. അത് ആർക്കോ വേണ്ടി എന്ത് ചെയ്യുന്നത്? നമ്മൾ ആർക്കോ വേണ്ടി പറഞ്ഞു വിടുവോ വചനം? ആരൊക്കെയോ പിടിച്ച് അവർ അത്ഭുതം പ്രവർത്തിക്കുന്നു. നമ്മുടെ ഭവനത്തിൽ എന്ത് ചെയ്യുന്നില്ല? അവിടെ നിർത്തിക്കേ, ആ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്ന് തിരുത്തിക്കേ. നിനക്കല്ല എനിക്കാണ്. കണ്ടോ? ഒരനർത്ഥവും നിനക്കല്ല എനിക്കാണ്. കണ്ടോ? ഒന്നുകൂടെ പറയണം, ഒരനർത്ഥവും എനിക്ക് ഭവിക്കത്തില്ല. അടുത്തത്, ഒരു ബാധയും ഒരു രോഗബാധയും ഒരു പൈശാചിക ശക്തിയും എന്റെ. നോക്കി, അവിടെ നിന്റെ പറയുന്നതായി പ്രശ്നം. നിന്റെ ആരാ? എന്റെ കൂടാരം. കണ്ടോ? എന്റെ വീട്. ഇതാ ഞാൻ പറഞ്ഞു, എന്റെ വീട് ഒരു അന്തരീക്ഷമാകണം. എന്റെ വീട് പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷമാകണം. എന്റെ വീട് വചനത്തിന്റെ ഒരു അന്തരീക്ഷമാകണം. ഓ ഹല്ലേലൂയ. അപ്പനും ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കുന്ന മക്കള് കാണണം. ഭാര്യയും ഭർത്താവും വചനം വായിക്കുന്നത് മക്കൾ കാണണം. അല്ലെങ്കിൽ ഭാര്യ വചനം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മക്കൾ കാണണം. അവര് കണ്ടിട്ട് നിങ്ങൾ. അപ്പൊ ഇപ്പൊ ബ്രദറെ, എന്റെ ചോദ്യം, ബ്രദറെ പലരും പറയും, ബ്രദറെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കണം, ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ 24 മണിക്കൂറും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ട് എന്ത് ചെയ്യരുത്? ഓടി വന്ന് പ്രാർത്ഥിക്കരുത്. അതും കൊണ്ട് നോക്കിയേക്കണം. എല്ലാത്തിനും ഒരു കൺട്രോൾ വേണേ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം സഭാപ്രസംഗി വചനം പലരും പറയും, ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കും, എനിക്കറിയത്തില്ല ബ്രദറെ, മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും അയൽപക്കത്താളാണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിലും എനിക്കറിയത്തില്ല ബ്രദറെ, മൊത്തം അങ്ങോട്ട് ഒന്നും ഒരു സമാധാന അന്തരീക്ഷം വരുന്നില്ല. ഇതാണ് യോർദാൻ. ഇതിങ്ങനെ കര കവിഞ്ഞ് നിൽക്കുമല്ലേ, കര കാണാൻ കഴിയാത്ത രീതിയിൽ. അതുകൊണ്ടാണ് സദൃശവാക്യക്കാരൻ പറഞ്ഞ അപ്പത്തെ എന്ത് ചെയ്യുക? വെള്ളത്തിന്റെ മീതെ എറിയുക. അടച്ചുറപ്പുള്ള എരിഹോ മതില് കണ്ട ആരേലും പറയും ഇത് വീഴുമെന്ന്.
റോമൻ ഗവൺമെന്റ് ഉണ്ടാക്കിയ കാരാഗ്രഹം കണ്ട ആരെങ്കിലും പറയുവോ ഇതിന്റെ അടിസ്ഥാനം കുലുങ്ങുമെന്ന്? ആരും പറയത്തില്ല. തമ്പുരാൻ പറയും ഇത് കുലുങ്ങും, ഇത് ഇടിയും, ഈ അപ്പം മുളച്ചു വരും. അവിടെ കൊടുക്കുന്ന വിത്തെന്നാ കൊടുത്തേക്കുന്നത്. ആ വിത്ത് മുളയ്ക്കും. അടുത്ത വാക്കിന്റെ പറഞ്ഞ കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുന്നില്ല. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ബ്രദറെ ചിലർ പറയും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിട്ട് ഒന്ന് എന്റെ ബ്രദറെ ഞാൻ അങ്ങോട്ടങ്ങ് വരുന്നുണ്ട്. എങ്ങോട്ടാ വരുന്നത്? അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അങ്ങോട്ട് ഇറങ്ങ്, നന്മയും കരുണയും പുറകെ വരും. കണ്ടോ? എനിക്ക് അബ്രഹാമിന് ഇഷ്ടപ്പെടാൻ കാരണം ഇതാ. കൽദേറ പട്ടണമായ ഊരിൽ നിന്നും തേരഹിന്റെ എല്ലാ സുഖസൗകര്യമുള്ള ഭവനത്തിൽ നിന്നും നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളും കമ്മിറ്റിയും എല്ലാ കുടുംബയോഗവും എല്ലാം ഉള്ളൊരു കുടുംബ പാരമ്പര്യം വിട്ടിട്ട് തമ്പുരാൻ പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു. എബ്രായ ലേഖനം പറഞ്ഞു 12-ാം അധ്യായത്തിൽ താൻ എങ്ങോട്ട് പോകുന്നു താൻ അറിയുന്നില്ല. താൻ പോകുന്ന സ്ഥലം തനിക്ക് എങ്ങോട്ടാന്ന് പോലും അറിയത്തില്ല. തനിക്ക് അനർത്ഥം ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ താൻ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതിന് ചെവി കൊടുത്തു. വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്തു വെച്ചു. ഇറങ്ങണം, പുറപ്പെടണം, പറയണം. ഭവനത്തിന്റെ അകത്തൊരു അന്തരീക്ഷം പറയണം. ഉറക്ക വചനം പറയണം. രാത്രിയിലെ ഭയത്തെയും പകൽ പിറക്കുന്ന അസ്ത്രത്തെയും ഇരുന്ന് ചലിക്കുന്ന മഹാമാരിയെയും ഞാൻ പേടിക്കത്തില്ല. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. കണ്ടോ? എന്തിനാ ബ്രദർ ഇത് പറയുന്നത്? പറയുവല്ല, ഞാൻ വെള്ളത്തിന്റെ മീതെ എറിയുക. പറഞ്ഞാട്ടെ, ഞാനിത് പറയുവല്ല എറിയുക എന്ന് പറ. ഞാൻ എന്റെ രോഗത്തിന്റെ മേലെ എറിയുകയാണ്, പറയുകയല്ല എറിയുകയാണ്. എന്നാ സംഭവിക്കും? ആ രോഗത്തിന്റെ മീതെ സൗഖ്യം ഉയർന്നു വരും. ആമേൻ. എന്റെ കുടുംബത്തിലെ തകർന്ന അവസ്ഥയെ നോക്കി ഞാൻ എറിയുകയാണ്, പറയുകയല്ല എറിയുകയാണ്. ഏറിയ നാൾ കഴിയുമ്പോൾ ഇത് മടങ്ങി വരും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ചേ, ഒരനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല. ഒരു മാറി നിന്റെ കൂടെ തടുക്കത്തില്ല. അടുത്ത വാക്യത്തിൽ പറഞ്ഞു നിന്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് ദൈവം തന്നെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കും. അടുത്ത വാക്യം സിംഹത്തിന്റെയും അണലിയുടെയും മേൽ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ ചവിട്ടി മതിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കാൾ പറയണം ഞാൻ ദൈവത്തോട് പറ്റി. ഈ പറ്റിയിരിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞത്. ഭവനത്തിന്റെ അകത്ത് പ്രാർത്ഥന വേണം, പറ്റിയിരിക്കണം. ശ്രദ്ധിച്ച്, ഇനി ഈ പറ്റിയിരിക്കുന്നത് വെച്ചോണ്ട് നമ്മൾ നേരെ പോകാൻ പാടുന്നത് എങ്ങോട്ടാന്ന് അറിയാവോ? 2 കൊരിന്ത്യർക്ക് ലേഖനത്തിലേക്കാണ്. ഇവിടെയാണ് സ്പിരിച്വൽ വാർഫെയറിന്റെ നമ്മളിപ്പം വചനം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഒരു ആയുധം മാത്രമാണ്. സ്പിരിച്വൽ, നിങ്ങൾ ആ വാക്ക് കണ്ടോ? ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. പുതിയ നിയമമാണ് ഞാൻ ഈ പറഞ്ഞത്. പുതിയ നിയമത്തിൽ പറയുവാണ് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ, എന്റെ കൂടെ എന്ന് പറഞ്ഞ ആയുധമല്ല ആയുധങ്ങൾ എന്ന് പറ. അവർ വാർഫെയർ വെപ്പൺസ് ആർ നോട്ട് കാർണൽ എന്ന് പറഞ്ഞേക്കുന്നത്. ഞങ്ങളുടെ യുദ്ധത്തിന്റെ സാമഗ്രഹികൾ. അപ്പൊ ഒന്നിലധികം ആയുധങ്ങൾ നമുക്കുണ്ട്. നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ആയുധമാണ് വചനം. ബൈബിൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരായുധമാണ്. കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ആയുധം മാത്രമാണ് ബൈബിൾ, വചനം. എന്നാൽ വചനം മാത്രമല്ല ആയുധം. അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് യുദ്ധമുള്ളത് എഫേസ്യ ലേഖനം പറയുന്നു വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും. സങ്കീർത്തനക്കാരൻ പറയുന്നു ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയുണ്ട്, നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശമുണ്ട്. പേടിക്കരുത്. പേടിക്കാൻ വേണ്ടി പറയുവല്ല, മനസ്സിലാക്കാൻ വേണ്ടിയാ. യെരിഹോമിനെ പോലെ തമ്പുരാൻ പറയുക പേടിക്കൊന്നും വേണ്ട, അവിടുത്തെ യുദ്ധവീരന്മാരെ ഞാൻ ഏൽപ്പിച്ചിരിക്കുക, പക്ഷെ നിങ്ങൾ കാഹളം ഊതണം. നോക്കിക്കേ, ആയുധങ്ങൾ. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർത്തോണം, നമ്മൾ ഒരു വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് തമ്പുരാൻ കുറെ ആയുധം തന്നു. അപ്പത്തിൽ ഒരായുധമാണ് ബൈബിൾ, വചനം. ഒരായുധം മാത്രം. രണ്ടാമത്തെ ആയുധങ്ങളാണ് സ്പിരിച്വൽ സെൻസേഷനുകൾ. ദുഷ്ടന്റെ പ്ലാനുകളെ തിരിച്ചറിഞ്ഞ് ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. പ്രാർത്ഥന അടുത്തൊരായുധമാണ്. ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. നമ്മുടെ ഈ വർഷത്തെ വചനം അതാണ്, ഇയർ ഓഫ് പ്രയർ അല്ലേ? എത്ര പേരത് മറന്നുപോയി? ഓർക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 2026 നമ്മുടെ വാർത്തത്തെ വചനമാണ് ഇയർ ഓഫ് പ്രയർ. അതുകൊണ്ടാണ് കർത്താവ് ഈ വർഷം പ്രാർത്ഥനകൾ കൊണ്ട് നിറച്ചിരിക്കുന്നത്. എവിടെ പോയാലും ഇപ്പൊ പ്രാർത്ഥനയാണ്, ഇയർ ഓഫ് പ്രയർ. നോക്കി, അപ്പൊ പ്രാർത്ഥന മറ്റൊരായുധമാണ്. വചനം പറയുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥനയും രണ്ടാമത്തെ ആയുധം.
കേട്ടെ, മൂന്നാമത്തെ ആയുധമാണ് ദൈവഹിതത്തെ തിരിച്ചറിയുക. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ആരാം സൈന്യത്തിന്റെ രാജാവ് ഒരു പ്ലാൻ ഇട്ടു. ഇന്ന വഴിയെ ചെന്ന് ഇസ്രായേലിനെ നമുക്ക് ആക്രമിക്കാം. ഇദ്ദേഹം പല പ്ലാൻ ഇടുകയാണ്. ഇസ്രായേലിനെ ആക്രമിക്കണം, അവിടെ പിടിക്കണം, ഇവിടെ പിടിക്കണം, അവിടെ യുദ്ധം ചെയ്യണം. എന്നാൽ ഇദ്ദേഹത്തിന്റെ പ്ലാൻ എല്ലാം തകർന്നു പോവുക. ഉടനെ സൈന്യാധിപനെ വിളിച്ചിട്ട് പറഞ്ഞു, ആരാം രാജാവ് പറഞ്ഞു, നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും നമ്മുടെ കൂടെ ഒരു ഒറ്റുകാരനുണ്ട്. അവൻ പോയിട്ട് എന്ത് ചെയ്യാണ്, ഇസ്രായേലിന് പറഞ്ഞു കൊടുക്കുക. ഉടനെ അവിടുത്തെ സൈന്യാധിപൻ പറയും, എന്റെ പൊന്നു രാജാവേ, നമ്മുടെ കൂടെ ഒറ്റുകാരൊന്നുമില്ല, അവിടെ ഒരു പ്രവാചകനുണ്ട്. കണ്ടോ, നീ ഇവിടെ ശയനഗൃഹത്തിൽ ബെഡ്റൂമിൽ പ്ലാൻ ചെയ്യുന്നതിനെ അവന് കേൾക്കാൻ പറ്റും. കണ്ടോ, ദുഷ്ടന്റെ പ്ലാനുകളെ കേട്ട് അവന്റെ പദ്ധതികളെ മറിഞ്ഞ് മുൻകൂട്ടി ബ്രേക്ക് ചെയ്യുവാൻ. കണ്ടോ, ഇപ്പൊ മനസ്സിലായി, ആയുധങ്ങൾ. അടുത്തത്, നമുക്ക് മുൻകൂട്ടി കർത്താവ് ചിലത് വെളിപ്പെടുത്തും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, നീ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ നിന്നെ വിടിവിക്കും. സംഗീതം ആ വാക്ക് മറന്നുപോയ നിങ്ങൾ, ദൈവത്തോട് പറ്റിയിരിക്കണം. അപ്പൊ നമുക്ക് ദൈവം ചിലത് വെളിപ്പെടുത്തി തരും. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ പറയത്തില്ല, ബ്രദറെ ഞാൻ ഇന്നാള് സ്വപ്നം കണ്ടു, എന്തോ ഒരു സംഭവം വരാൻ വേണ്ടി പോകുന്നു. ഓ ബ്രദറെ, അത് വന്നു, കണ്ടു, അപ്പൊ ഞാൻ സ്വപ്നം കണ്ടതുപോലെ സംഭവിച്ചു. പ്രിയരെ, സ്വപ്നം കാണിക്കുന്നത് വരാൻ വേണ്ടി മാത്രമല്ല, ചിലതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കൂടെയാ. ഹല്ലേലൂയ. ഈ സ്പിരിച്വൽ സെൻസേഷൻ ഞാൻ പറയാൻ വേണ്ടി പോവാണ്. എങ്ങനെയാണ് സ്പിരിച്വൽ സെൻസേഷൻ നമുക്ക് ഉണ്ടാകുന്നത്? മറന്നു പോരുത്, അപ്പത്തെ വെള്ളത്തിന്റെ മീതെ എറിയുക മാത്രം പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ പോരിന്റെ ആയുധങ്ങളെ എപ്പോഴും നമ്മൾ അലേർട്ടായിട്ട് നിൽക്കണം. നോക്കുക, ഇവിടെ ആരാം സൈന്യത്തിലെ രാജാവ് ബെഡ്റൂമിൽ പറയുകയാണ്. നമുക്ക് ഞാനിപ്പോൾ ഉദാഹരണം അങ്ങ് പറയുകയാണ്. തിരുവനന്തപുരത്തിന്റെ ആ കിഴക്ക് ഭാഗം ഏതാ, ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒന്ന് പറഞ്ഞു, തിരുവനന്തപുരത്തിന്റെ കിഴക്ക് ഭാഗം ഏതാ, സ്ഥലം ഏതാ? നെടുമങ്ങാട്. അപ്പൊ ഇങ്ങനെ ആരാം സൈന്യത്തിലെ രാജാവ് പ്ലാൻ ചെയ്യുക, ആ നെടുമങ്ങാട് വഴി നമുക്കൊന്ന് പോകാം. അപ്പൊ തിരുവനന്തപുരത്തിന് ടൗണിലിരിക്കുന്ന എന്താ പറയുന്നത്, ഇത് ഞാൻ തിരുവനന്തപുരം വലിയ ദൂരമാണ് ഇവർ തമ്മിൽ, നമുക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. പക്ഷെ എലീശയുടെ കാതിൽ കേൾക്കാൻ പറ്റും വോയിസ്. ഇന്നലെ ഞാൻ ആ പ്രവചനം ഓർക്കുമായിരുന്നു. ആ ദൈവാത്മാവ് ഇന്നലെ ഇടപെട്ടതുപോലെ ഞാനത് പ്രാർത്ഥന കഴിഞ്ഞിട്ടൊക്കെ ചിന്തിക്കുമായിരുന്നു. ആ സഹോദരൻ പറഞ്ഞതുപോലെ ആ വീടിന്റെ പുറകിൽ കൂടെ നടന്നു പോകുന്ന വഴിക്ക് ഒരു നീല എന്താ പറയുന്ന ഒരു ബോക്സ്, എന്താ പറയുന്ന ഒരു ടാങ്കിന്റെ അകത്ത് വെള്ളം നിറച്ചിരിക്കുന്ന വീട്. ആ വഴിയിൽ ആ മനുഷ്യനെ ഞാൻ ഫോളോ ചെയ്യുക. ഇടതുവശത്ത് ജമന്തിപ്പൂ പോലെ, ഞാൻ ജമന്തിപ്പൂ പോലെ കാണുന്നത്, ജമന്തിപ്പൂ തന്നെയായിരുന്നു സഹോദരൻ പറഞ്ഞത്. ജമന്തിപ്പൂ ഇങ്ങനെ വളർന്നിരിക്കുന്നു, അങ്ങനെ വലത്തോട്ട് തിരിയുന്നു. അപ്പൊ ആ സഹോദരൻ പറയുവാണ്, ബ്രദർ അത് എന്റെ വീടാണത്, ജമന്തിപ്പൂവാന്ന്. കണ്ടോ, ഇടയ്ക്ക് ഞാൻ അതിൽ നടന്നു പോകാറുള്ളതാണ്. കണ്ടോ, ഇടയ്ക്ക് ഞാൻ അതിൽ നടന്നു പോകാറുള്ളതാണ്. അപ്പം ആ മനുഷ്യൻ പോയ വഴിയിലൂടെ നമ്മൾക്ക് പോകാൻ പറ്റും. അപ്പൊ എങ്ങനെ മനസ്സിലായി, എങ്ങനെ സഞ്ചരിക്കാൻ പറ്റി? അവിടെയാണ് സ്പിരിച്വൽ സെൻസേഷൻ. മുൻകൂട്ടി നമുക്ക് കാര്യങ്ങളെ റിവീൽ ആകുവാനും. അതുകൊണ്ട് നിങ്ങളുടെ സ്പിരിച്വൽ സെൻസേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, വർദ്ധിപ്പിക്കണം. കർത്താവിൽ നിങ്ങൾ അമിത ബലത്തിലും ശക്തിപ്പെടുമ്പോൾ സ്പിരിച്വൽ സെൻസേഷൻ ഉണ്ടാകും. ഞാനിത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. നിങ്ങളുടെ സെൻസ്, നമുക്ക് ആ വാക്കിനെ ഉപയോഗിക്കണം, സെൻസുകൾ. നമുക്ക് എല്ലാത്തിനും സെൻസ് ഉണ്ട് അല്ലേ? ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ കുറേ സെൻസുകളുണ്ട്. നമുക്ക് തൊടുക, രുചിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് എരിവുള്ളൊരു സംഭവം നാക്കത്തുണ്ട് തൊട്ടാൽ അപ്പം നമുക്ക് എരിയും, സെൻസ് ചെയ്യുന്നതാണ്. ഈ സെൻസേഷൻ പല സഹോദരന്മാരും പറഞ്ഞ കാല് കുത്തുമ്പോൾ നേരത്തെ അറിയാനുള്ള കഴിഞ്ഞ സാക്ഷ്യം കണ്ടില്ലേ, ഒരു സഹോദരി കാലയിൽ വർഷങ്ങളായിട്ട് ചവിട്ടി അറിയുന്ന കൊല്ലത്ത് മീറ്റിംഗ് വെച്ച സഹോദരി പറഞ്ഞു അല്ലേ, വർഷങ്ങളായിട്ട് കാല് ചെരുപ്പിട്ടാൽ അറിയത്തില്ല. വഴി കൂടെ നടക്കുമ്പോൾ കാല് മുറിയുമ്പോൾ പോലും അറിയത്തില്ല, വേദന അറിയത്തില്ല, നടക്കാൻ പറ്റത്തില്ല, സെൻസേഷൻ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ പിന്നെ നോക്കുമ്പോഴാണ് കാല് ബ്ലഡ് പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് കാല് മുറിഞ്ഞു. നമ്മളെ കൊല്ലത്ത് സാക്ഷ്യം കേട്ടായിരുന്നത്, ലൈവിൽ കേട്ടായിരുന്നത്. അപ്പൊ സഹോദരിക്ക് പ്രാർത്ഥിച്ചപ്പോൾ ആദ്യമായിട്ട് കുറെ വർഷത്തിന് ശേഷം ചെരുപ്പിട്ടപ്പോൾ കാലിന് അറിയാൻ പറ്റി, തൊട്ടപ്പോൾ അറിയാൻ പറ്റി, നടക്കാൻ പറ്റി, വേദന ഞുള്ളിയപ്പോൾ വേദന അറിയാൻ പറ്റി, സെൻസേഷൻ മടങ്ങി വന്നു. ഇതേപോലെ സ്പിരിച്വലി സെൻസേഷൻ ഉണ്ട്. ശത്രുവിന്റെ പ്ലാനുകളെ മുൻകൂട്ടി കാണാൻ പറ്റും, സെൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയും. കണ്ടോ,
അപ്പൊ പൊങ്ങി വരുന്നതിനെ ഇടിച്ചു മുൻകൂട്ടി കളയുക. പൊങ്ങി വരുന്നതിനെ, പൊങ്ങുന്ന വാക്കുകൊണ്ടോ, പൊങ്ങിയതല്ല പൊങ്ങി വരുന്നതാണ്. പറഞ്ഞാട്ടെ, പൊങ്ങിയതല്ല പൊങ്ങി വരുന്നതിന് മുമ്പേ കാണുന്നു. പറ, പൊങ്ങിയതല്ല പൊങ്ങി വരുന്നതിന് മുമ്പ് കാണുന്നതാണ്. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വെറുതെ പ്രാർത്ഥിക്കുന്നവരാകരുത്. പ്രാർത്ഥിക്കുമ്പോഴും വചനം പറയുമ്പോഴും ശ്രദ്ധിക്കണം. എന്തോ എന്റെ അകത്ത് ആരോ ഇടപെടുന്നുണ്ടല്ലോ. കണ്ടോ? ഈ വെറുതെ വചനം പറഞ്ഞു പോകുമ്പം ഇതേപോലെയുള്ള കാര്യങ്ങൾ പൊങ്ങി വരുന്നത് നമുക്ക് വെളിപ്പെട്ട് വരും. നമ്മളിങ്ങനെ അതും ഇതൊക്കെ ആലോചിച്ച് വചനം പറയുന്നത് കൊണ്ടാണ് മനസ്സിലാകാത്തത്. ആ സമയത്ത് ചില കാഴ്ചകൾ കാണും. ശ്രദ്ധിച്ചോണേ. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ കിട്ടത്തില്ല. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് കണ്ടില്ല, എരിഹോം ഇടിഞ്ഞില്ല. 2 പ്രാർത്ഥിച്ചു, എരിഹോം ഇടിഞ്ഞില്ല. 3 പ്രാർത്ഥിച്ചു, എരിഹോം ഇടിഞ്ഞില്ല. പക്ഷെ തമ്പുരാൻ പറഞ്ഞു അവരെ തോപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞതാണ്. 3 പ്രാർത്ഥിച്ചു. ഞാൻ ചിന്തിക്കുക, ഈ പിറുപിറുപ്പുള്ള കുറെ ആൾക്കാർ പറയാൻ തുടങ്ങിയാണ്, എന്തുവാ വേറെ പണിയൊന്നുമില്ല, രാവിലെ മോൻ ഇങ്ങനെ ഈ വെയിലത്ത് ഇങ്ങനെ എരിഹോമിലിട്ട് മറങ്ങി നടക്കുവാണല്ലോ. 3 പറഞ്ഞു നടന്നില്ല, 4 നടന്നില്ല, 5 നടന്നില്ല, 6 നടന്നില്ല, 7-ാം വട്ടം. ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ പ്രാർത്ഥിക്കാനിരിക്കുന്ന ഏതൊക്കെ ഒരു ടൈമിങ്ങിൽ, ഏതോ ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ സ്പിരിച്വലി ഭയങ്കരമായ, ഈ കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ സ്വർഗീയ ദർശനങ്ങളെ കാണുവാനും സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങളെ കാണുവാനും സ്വർഗീയ ജീവികളെ കാണുവാനും ദൂതന്മാരുടെ സാന്നിധ്യങ്ങളെ അനുഭവിക്കുവാനും കമ്മ്യൂണിക്കേഷൻ, സ്വർഗവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രത്യേക ഒരു ടൈമിൽ അത് കണക്റ്റ് ആകും. ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, രണ്ടുപേരും ബ്രദറെ എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോഴാണോ? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. പ്രാർത്ഥനയുടെ എൻഡിലാണോ? അറിയത്തില്ല. ഇനി ഇടയ്ക്കാണോ? അറിയത്തില്ല. ഏതോ ഒരു ടൈമിൽ പ്രത്യേക ഒരു ആത്മമണ്ഡലം നമ്മളുമായിട്ട് ചലിപ്പിക്കും, കണക്റ്റഡ് ആകും. അത് അറിയത്തില്ല. ഇത് അറിയണമെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ വളർച്ചയിലേക്ക് വരണം. ഞാൻ എന്തുവായി പറഞ്ഞു തന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ദിവസങ്ങളിൽ വചനം പറയുമ്പോൾ ഇതേപോലെയുള്ള പൊങ്ങുന്ന ചിലതിനെ വെളിപ്പെട്ടു വരും. ശ്രദ്ധിക്കണവേ. വചനം പറഞ്ഞ് അങ്ങ് ഓടിപ്പോകരുതേ. ചിലർക്ക് ഇങ്ങനെ മുഴുവൻ പോരാട്ടമോ. ഞാൻ അവരെ പറ്റി അല്ല പറഞ്ഞത്. ചിലർ കണ്ണടച്ചാൽ മുഴുവൻ പോരാട്ടമോ, അവിടെ പോരാട്ടമോ, ആ സാധാരണത്തിൽ. ഇതല്ല ഞാൻ ഈ പറയുന്നത്. വ്യക്തമായി എപ്പോഴും ഓർത്ത് ഈ വചനം വിട്ട് മാറിപ്പോകരുത്. യോശുവയുടെ പുസ്തകം വിട്ട് മാറിപ്പോകരുത്. ശത്രുവിന്റെ ബലത്തെ അല്ല അവിടെ യഹോവ വെളിപ്പെടുത്തുന്നത്. നോക്കിക്കേ, ഇത് മറന്നു പോരുത്. യഹോവ യോശുവയോട് കൽപ്പിച്ചത് എരിഹോമിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവസാന ജയം എനിക്കാണ്. ചിലർക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മൊത്തം വെളിപ്പെടല്ലേ. ബ്രദറെ, ഞാൻ കാണുന്ന സിംഹം ഇങ്ങനെ അലറി മുഴുവൻ, അതാ പിന്നെ അവരുടെ, എനിക്ക് മൊത്തം കാണിക്കുന്നത് പിശാച് ഇങ്ങനെ വരുന്നു, അവിടുന്ന് വരുന്നു, ഇവിടുന്ന് വരുന്നു, ചാടി വരുന്നു. എന്റെ പ്രിയർ, ഇത് മുഴുവൻ കാണിക്കാൻ വേണ്ടി അല്ല പറയുന്നത്. ഇതിന്റെ സോഴ്സുകളെ കണ്ടിട്ട് അതിനെ വെട്ടാൻ വേണ്ടിയാ ഇതിങ്ങനെ കാണിക്കുന്നത്. എന്താ പറയുന്നത്, നമ്മുടെ പിശാച് വന്നിട്ട് ഇങ്ങനെ എല്ലാം കാണിക്കാൻ വേണ്ടിയല്ല. ദൈവം അത് വെളിപ്പെടുത്തുന്നതിനെ മനസ്സിലാക്കണം. എല്ലാമല്ല അതിന് സ്പിരിച്വൽ. ബ്രദറെ, ഞാനൊരു ദിവസം പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനെ കടുവ് കൂട്ടിയിടുന്നതും പിന്നെ അതിങ്ങനെ വീണ്ടും വീണ്ടും അതിന്റെ പുറത്തോട്ട് കൂട്ടിയിടുന്നതായിട്ട് കാണിച്ചു. അതെന്നാ അങ്ങനെ കാണുന്നത്? ഞാൻ ഇന്നാള് പറഞ്ഞ സിസ്റ്ററെ, ഇങ്ങനെ ദർശനം കണ്ടിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ കാണിച്ച ദൈവസന്നിധിയിൽ ഇരിക്കണം. അപ്പൊ തന്നെ ഈ ദർശനം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, നമുക്കൊരു ദർശനം ആർക്ക് ലഭിച്ചാലും ഒരു വാക്ക് കിട്ടാലും ബ്രദറെ അതെന്താണെന്ന് ചോദിക്കരുത്. കർത്താവേ, എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്കിത് മനസ്സിലാകുന്നത് പോലെ. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായി സംസാരിക്കുന്നതാണെങ്കിലോ, അപ്പൊ നിങ്ങൾ ദൈവസന്നിധി, കർത്താവ്, ഞാൻ ഈ കടുക് കണ്ടു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കടുക് വെള്ളത്തിൽ വീഴുന്ന കണ്ടു, എനിക്ക് മനസ്സിലാകുന്നില്ല. കടുക് നിലത്തിൽ വീണു, കടുക് മനസ്സിലാകുന്നില്ല. കർത്താവ്, എനിക്കൊന്നും ഞാൻ പറഞ്ഞത് ഇതിപ്പോ ഞാൻ പറയാം, എന്തുകൊണ്ടാണ് നമുക്കത് മനസ്സിലാകാത്തത്? കേൾക്കാൻ താല്പര്യമുണ്ട്, പ്രാർത്ഥനയോട് ഇരുന്നുകൊണ്ട്. എന്തുകൊണ്ടാണ് ദൈവം കാണിക്കുന്ന കാര്യങ്ങളെ നമുക്ക് പലപ്പോഴും ഞാൻ പലപ്പോഴും ചോദിച്ചു, കർത്താവ്, എന്തുകൊണ്ടാണ് ഈ നമുക്ക് മനസ്സിലാകുന്ന? ഇപ്പൊ ഡോക്ടർമാരുടെ അടുത്തോട് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ചില ടേമുണ്ട്, അവരുപയോഗിക്കുന്ന ചില ഭാഷകളുണ്ട്, അവരുടേതായിട്ടുള്ള ചില ഇതുണ്ട്. അത് ഓരോ ഫീൽഡിലുമാണ്, അങ്ങനെയുണ്ട്. ഓരോ ഫീൽഡിലും ഓരോ രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അത് നമ്മളോട് സംസാരിച്ച് നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ ദൈവം സംസാരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ദൈവത്തിനുണ്ട്. ദൈവത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഈ സ്റ്റാൻഡേർഡിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ വെളിപ്പാട് പുസ്തകം വായിക്കുന്ന സമയത്ത് കടലിൽ നിന്ന് കയറി വന്ന 4 ജീവി, കൊമ്പ്, വാല് എല്ലാം ഉള്ളൊരു ജീവി, വല്ലതും മനസ്സിലായോ?
അത് രാജ്യങ്ങളെ കാണിക്കുന്നു. അപ്പൊ ഏത് രാജ്യങ്ങളാ നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ തമ്പുരാനെ അത് നേരെ അങ്ങ് പറഞ്ഞാൽ പോരെ ഇന്ന രാജ്യമാന്ന്. ദൈവം നിൽക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് എന്നുകൊണ്ടാണ് ദൈവം എല്ലാം വെളിപ്പെടുത്തുന്നത്. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുവാൻ നമ്മുടെ മനുഷ്യന് സ്ട്രെങ്ത് വേണം. മനസ്സിലായോ? ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്ക് പറഞ്ഞിട്ടുണ്ടോ, ഇംഗ്ലീഷ് അറിയത്തില്ല ഒരാൾക്ക്, മലയാളികൾ മുഴുവൻ ഓഡിയൻസ് ആണ്, ഇംഗ്ലീഷുകാരൻ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് വല്ല മനസ്സിലാവും ഇല്ല. അതിനകത്ത് ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യമാണ്. ഈ ട്രാൻസ്ലേറ്റർ ആണ് മെയിൻ ആള്. പറയുന്ന വാക്കുകളെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റൊരു ലാംഗ്വേജുകാരന് കൊടുക്കുന്നതാണ് ട്രാൻസ്ലേറ്റർ ഡ്യൂട്ടി. ഇതേപോലെ നിങ്ങൾക്ക് ദൈവം കാണിക്കുന്ന ദർശനങ്ങളെ മനസ്സിലാകുന്നില്ലെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ നിങ്ങളുടെ അകത്ത മനുഷ്യനോട് ദൈവമേ എനിക്കത് മനസ്സിലാകുന്ന രീതിയിൽ എനിക്കത് വെളിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നറിയാവോ? ദൈവം അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യും. ആമേൻ. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റെപ്പിൽ മാത്രമാണ്. വചനം പറയുന്നു, പ്രാർത്ഥിക്കുന്നു, വചനം പറയുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിന്നാലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞു തരാം. ഈ കോട്ടകൾ ഉയരുന്നത് കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ? നമ്മൾ ഇടത്തോട്ട് പൊക്കോണ്ടിരിക്കുക, വലത്ത് കോട്ട പൊങ്ങിയോ, ഈ കോട്ടകളെ ഇടിക്കണം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്പിരിച്വൽ സെൻസേഷനുകളെ നിങ്ങൾ ബലപ്പെടുത്തണം. ഒരു കാര്യം കണ്ടാൽ അതെന്താന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ കുറെ കാലം മുമ്പ് ഒരു സ്വപ്നം കണ്ടു. ഞാൻ എങ്ങനെയാണ് സ്വപ്നം കാണുന്നത്? എനിക്കറിയാവുന്ന ഒരു ചേട്ടനാണ്, ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ചേട്ടനാണ്, നല്ല പ്രായമുള്ളതാണ്. ഇങ്ങനെ കടലക്കാരനായിരുന്നു അവിടുത്തെ നാട്ടിൽ. അപ്പൊ ഇങ്ങനെ കടല ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ അതായത് ഞാൻ കുറെ വർഷം, ഒരു 10-15 വർഷമായിട്ട് അദ്ദേഹത്തെ പിന്നെ ചെറുപ്പത്തിൽ കണ്ടതാണ്. ചെറുപ്പത്തിൽ പറഞ്ഞാൽ 15 വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ട എൻ്റെ ഓർമ്മയിലോട്ട്. എൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടോണ്ടെങ്കിൽ അറിയത്തില്ല, എൻ്റെ ഓർമ്മയിൽ. ഞാൻ പിന്നെ അങ്ങോട്ട് നിന്ന് താമസമൊക്കെ മാറി പിന്നെ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഒരു ദിവസം ഞാൻ സ്വപ്നം കാണുക, ഈ മനുഷ്യൻ ഇങ്ങനെ കടല വറക്കുക. അപ്പൊ ആരോ പറഞ്ഞായിരുന്നു പുള്ളി ഇപ്പൊ കടലക്കച്ചവടമാണ്, ഇടയ്ക്ക് അദ്ദേഹത്തിന് എന്ത് ബുദ്ധിമുട്ടൊക്കെ വന്നു, പ്രായമായി 10-60 വയസ്സ് മുകളിലായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ കടലക്കച്ചവടം നടത്തുവാന്ന് ആരോ പണ്ട് പറഞ്ഞു. അപ്പൊ ഞാനൊരു കാഴ്ച കാണും, ഇങ്ങനെ കടല വറക്കുക, വളരെ സ്പീഡിൽ കടല വറുത്ത് ഇദ്ദേഹം എന്ത് ചെയ്യുക, ഇങ്ങനെ ഇരിക്കുക. അപ്പൊ പെട്ടെന്ന് കടലെല്ലാം പാക്ക് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പൊ ഞാൻ പെട്ടെന്ന് സ്വപ്നത്തിൽ എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, ഇന്നയാള് മരിച്ചുപോയി. അയ്യോ! പെട്ടെന്ന് ഞാനൊരു സ്വപ്നം കണ്ടപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, ഞാൻ കുറച്ചു മുമ്പേ സ്വപ്നം കണ്ടതുള്ളൂ ഈ പുള്ളീനെ, എന്തായിരിക്കും? അപ്പൊ എന്തോ കമ്മ്യൂണിക്കേഷൻ അവിടെ വന്നായിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, അതാണ് ഞാൻ കേൾവി വന്നത്. എൻ്റെ ഒരു അറിയാവുന്ന ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന്റെ പിതാവ് പെട്ടെന്ന് രോഗിയായി ഒരു അവസ്ഥയിൽ നിൽക്കുക. രോഗിയായിട്ട് അദ്ദേഹം വിശ്വാസി അല്ലായിരുന്നു. അദ്ദേഹം ഒരു എതിർക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, വിശ്വാസത്തിനോട് അനുകൂലമല്ലാത്ത എതിർപ്പുള്ള ഒരു രോഗത്താൽ ഭാരപ്പെട്ട് ഞാൻ ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. അപ്പം പ്രാർത്ഥിക്കാൻ ചെന്ന സമയത്ത് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഒരു കാഴ്ച കാണിച്ചു. ഇങ്ങനെയാണ് കാഴ്ച. ഇദ്ദേഹത്തിനൊരു സൈക്കിളുണ്ട്. ഞാനിത് പറയാൻ കാരണം, നിങ്ങൾക്ക് ഈ സ്പിരിച്വലി നമ്മൾ വചനം പറയുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ സെൻസേഷനുകളെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി പറയുക. അതിനാണ് നീ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ തന്നെ വിടുവിക്കും. പറ്റിയിരിക്കുക, ഈ വാക്കാണ് എടുക്കുന്നത്. പറ്റിയിരിക്കുക, ഇഴകിച്ചേരുക. ഞാൻ ഇന്നാൾ ആ വാക്യം പണ്ടെടുത്തിട്ടുണ്ട്. എന്താണ് ഈ പറ്റിയിരിക്കുക എന്നുള്ള വാക്കിന്? ഇഴകിച്ചേരുക. ഇഴകിച്ചേരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്ത്രത്തിൽ ഒരു കറ പറ്റിയാൽ ആ കറ എത്ര, നമുക്കറിയാം, കറ പുരണ്ട തുണിക്കഷ്ണം പോലെ കറ എന്ന് പറയുന്നത് നമ്മുടെ ഈ വസ്ത്രത്തിന്റെ ഇഴയിലേക്ക് ചേർന്ന് പോകും. വേർതിരിക്കാൻ പറ്റാത്ത രീതിയിൽ കറയും വെള്ളവസ്ത്രവും തമ്മിൽ ഇഴകിപ്പോകുന്നത് പോലെ ആ വാക്കാണ് കൊടുത്തിരിക്കുന്നത്, ഇഴകിച്ചേരുക. പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ഇഴകിച്ചേരുക, ഏകാത്മാവിൽ ഇഴകിച്ചേരുക. അപ്പം ഞാനൊരു കാഴ്ച കാണാം. ഞാൻ ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് പരിശുദ്ധാത്മാവ് എനിക്കൊരു കാഴ്ച കണ്ടു. ഈ പിതാവ്, ഇദ്ദേഹത്തിന് സൈക്കിളുണ്ടേ, ഈ സൈക്കിളിലാണ് ഈ പുള്ളി യാത്ര ചെയ്തത്. അപ്പോൾ രോഗം വന്ന നിമിത്തം ഇദ്ദേഹം പിന്നെ സൈക്കിൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇദ്ദേഹം ഈ സൈക്കിൾ ഇങ്ങനെ പൊടി തട്ടി തൂത്ത് തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ പുറകിൽ എന്തൊക്കെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ യാത്ര പോവുക. അപ്പം ഞാനിത് പറഞ്ഞപ്പം കേട്ട സഹോദരൻ പറഞ്ഞു, അയ്യോ സ്തോത്രം, എൻ്റെ പിതാവ് സൗഖ്യമാകാൻ വേണ്ടി പോവാണ്. കാരണം ആ പിതാവിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു സൈക്കിൾ സൗഖ്യമായിട്ട് വീണ്ടും സൈക്കിളിൽ പോകണമെന്ന്. എന്നാൽ ഞാൻ പറഞ്ഞു, സഹോദര, ഞാൻ കണ്ട യാത്രയിൽ ഈ സ്ഥലമല്ല, കണ്ടോ, കോട്ടയത്തിൻ്റെ ഭാഗമല്ല, കേരളത്തിൻ്റെ ഭാഗമല്ല, വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് ഇദ്ദേഹം യാത്ര ചെയ്ത് പോകുക. അപ്പം ഞാൻ പറഞ്ഞു, സഹോദര, പിതാവിനെ ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ പൊതുവെ അങ്ങനെ പറയാറില്ല. അവന് പറഞ്ഞു. ഇതിൻ്റെ പിറ്റേ ദിവസം
ഈ മനുഷ്യൻ ആക്റ്റീവായി. രോഗത്തിൽ കിടന്ന മനുഷ്യൻ, അബോധാവസ്ഥയിൽ കിടന്ന മനുഷ്യൻ ചാടി എണീറ്റു, ആഹാരം കഴിച്ചു. എന്നെ വിളിച്ച് ബ്രദറെ ഭയങ്കര വ്യത്യാസം, ഭയങ്കര വ്യത്യാസം. ദേ ആൾ ആക്റ്റീവായി, ആളിതേ ചാർജായി. ഇപ്പൊ ദേ രോഗത്തിന് എനിക്ക് തോന്നുന്നത് കർത്താവ് അത്ഭുതം ചെയ്തു. ഞാൻ പറഞ്ഞില്ല സഹോദര, അത് സമയമായി. കണ്ടോ? അപ്പൊ നമ്മൾ കണ്ട ദർശനത്തെ അതിനുശേഷം 3-ാം ദിവസം അദ്ദേഹം ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. അപ്പൊ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു ആ മനുഷ്യൻ എന്ത് ചെയ്യാൻ പോവാണ്. പക്ഷെ അവസാന നാളുകളിൽ ആ മനുഷ്യൻ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. ലാസ്റ്റ് സമയമാണെന്ന് ഓർത്തോണം. അപ്പൊ ദൈവത്തിന് മനസ്സിലായി ചിലപ്പം ചില കാര്യങ്ങൾ ഭൂമി നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ ഞാനിത് പറയാൻ കാരണം, നമ്മൾക്കൊരു കാഴ്ച കണ്ടാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കണം. ഇവിടെയാണ് എല്ലാവരും ദർശനം കാണുന്നുണ്ട്, കാറ്റും പുകയും മഴയും ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ ബ്രദറെ എന്നാ കാറ്റ്, എന്നാ മഴ, എന്നാ പുക. ഞാൻ എപ്പോഴും പറഞ്ഞുണ്ട്, നിങ്ങളുടെ സ്പിരിച്വൽ സെൻസേഷൻ ദൈവം നിങ്ങളിലൂടെ അത് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പൊ എന്നെ കാറ്റ് കാണിച്ചു, അതുപോലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുകയാണ്, ഒരു കാറ്റ് കാണിക്കുന്നു. അത് എൻ്റെ ഡ്യൂട്ടിയാണ്. കർത്താവെ എനിക്കത് മനസ്സിലാകുന്ന രീതിയിൽ അത് വെളിപ്പെടുത്തി കൊടുക്കണേ. നിങ്ങൾക്കാണത് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ചോദിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു ദിവസം അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഫിലിപ്പോസിന്റെ പ്രവാചകന്മാരുമായ 3 മക്കളുടെ വീട്ടിൽ താമസിക്കുക പൗലോസ്. പെട്ടെന്ന് അഗബോസ് എന്ന് പറഞ്ഞ വേറെ പ്രവാചകൻ വന്നു. പൗലോസിന്റെ അരക്കച്ച എടുത്തിട്ട്, പൗലോസിന്റെ കൈ എടുത്തിട്ട് ഈ അച്ചായൻ എന്ത് ചെയ്തു? കൈ അങ്ങോട്ട് കെട്ടി. പൗലോസ് ഇതന്നെ പരിപാടി. എന്നിട്ട് പറയുകയാണ്, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ ഇതേപോലെ യെരൂശലേമിൽ എന്ത് ചെയ്യും? പിടിച്ചു കിട്ടും. കണ്ടോ? അപ്പൊ എന്തിനാണ് അങ്ങനെ ഒരു ദർശനം കാണിക്കുന്നത്? ഈ അരക്കച്ച എടുക്കുന്നു, അതിന്റെ ഉടമസ്ഥനെ കാണിക്കുന്നു, അതിനെ കെട്ടുന്നു. ഇതേപോലെ എന്ത് ചെയ്യും? അപ്പൊ ആ പ്രവാചകനെ വെളിപ്പെടുത്തുവാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങളിൽ, ഞാനിത് പറയാൻ കാര്യം, അടുത്ത സ്റ്റെപ്പ് ഞാൻ പറയുക, കോട്ടകളെ ഇടിക്കണം. കോട്ടകളെ ഇടിക്കുമ്പോൾ കോട്ട കാണണ്ടേ ഇതിലേ വരുന്നെന്ന്. അതാണ് ആയുധങ്ങൾ എന്ന വാക്ക് പറഞ്ഞത്. അപ്പൊ വീടിന്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പം, കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആ കുടുംബ വിഷയത്തിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആ ബ്രദറെ ഞാൻ എന്തൊക്കെയോ കാണുക, വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഏതോ കാറ്റും പുകയെ കാണുക. ഞാൻ അതിനെ അങ്ങ് ശാസിച്ചു, മിക്കവിടെ പ്രാർത്ഥിക്കുക, കർത്താവ് എന്തുവായത്, എന്തുവായത്, ഒന്നും മനസ്സിലാകുന്നില്ല ബ്രദറെ, പറ്റിയിരിക്ക്. ദൈവസന്നിധിയിലേക്ക് ആ സമയത്ത് ഒരു ദർശനം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം ലഭിക്കുന്നത് വരെ നിങ്ങൾ അതിനുമായിട്ട് കണക്റ്റായി നിൽക്കണം. ദൈവം, ഞാൻ കുറേ കാഴ്ച കണ്ടു, ഇതിൽ ദൈവഹിതം എന്താന്നുള്ളത് വെളിപ്പെടുത്തുമ്പോൾ ആ ടൈമിങ്ങിൽ, ഞാനിത് പറഞ്ഞത് ഒരു പ്രോസസ്സിംഗ് ആണ്. ഒറ്റയടിക്ക് നിങ്ങളിൽ ഇത് വെളിപ്പെടുമെന്ന് വെച്ചാൽ ചിലപ്പോൾ വെളിപ്പെടുന്നിരിക്കാം, ചിലപ്പം ഇത് സമയമെടുത്ത് എന്ത് ചെയ്യും? കർത്താവ് അത് വ്യാഖ്യാനിച്ചു തരും. ഇത് മസ്റ്റായിട്ടും അന്ത്യകാലത്ത് നിങ്ങൾക്ക് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ ഒരു SR/NO പറയുവാൻ നിങ്ങൾക്ക് ഇത് ആവശ്യമാണ്. മുമ്പിൽ എന്ത് ചെയ്യും? വലിയ പ്രതിസന്ധികൾ വരും. നിങ്ങൾ പോകേണ്ട വഴി ഇടത്തോട്ടോ വലത്തോട്ടോ എന്ന് നിങ്ങൾ ദൈവം പറഞ്ഞു തരും. നമ്മളിത് അറിയാതെ ചാടിക്കേറി കൈവച്ചിട്ട് ചിലരുണ്ട്, വിശ്വാസം ദൈവം എൻ്റെ മനസ്സിൽ പറയുന്നു ബ്രദറെ, വിശ്വാസ സ്റ്റെപ്പ് എടുത്ത് വെക്കണം. സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് മൊത്തം തകർന്നുകൊണ്ട് പറയാ, ദൈവം എന്നോട് പറഞ്ഞിട്ടാ ഞാൻ ചെയ്തത് കേട്ടോ ബ്രദറെ, ദൈവം പറഞ്ഞായിരുന്നോ? എൻ്റെ മനസ്സിൽ അങ്ങനെ വന്നു ബ്രദറെ. മനസ്സാണോ ദൈവമാണോ? അതെനിക്കറിയത്തില്ല ബ്രദറെ, ഞാൻ വിശ്വസിക്കുന്നു ദൈവമാണ്. അതീ കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് പല വിവാഹ ജീവിതങ്ങളും തകർന്നു പോകുന്നതിന്റെ പിന്നിലെ കാരണം ഇതൊറ്റ കാരണമാണ്. മനസ്സു പറഞ്ഞു. ദൈവം പറഞ്ഞതാണോ? അല്ല. അപ്പൊ സ്പിരിച്വൽ സെൻസേഷനുകളെ എന്ത് ചെയ്യണം? പോരിന്റെ ആയുധങ്ങളാണ് ഇവയെല്ലാം. ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ, ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ദൈവം കാണിക്കും ആ സമയത്ത് പല കാര്യങ്ങളെ. നമ്മൾ അതുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല. 4-ാം സൈന്യത്തിലെ രാജാവ് ഇരുന്ന് പറയുമ്പോൾ എലീശ പറയും, എന്തൊക്കെയോ ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്കറിയത്തില്ല, ഏതാണ്ടൊക്കെ ആരൊക്കെയോ പറയുന്നുണ്ട്. അല്ല, ശ്രദ്ധിച്ചേ 4-ാം സൈന്യത്തിലെ രാജാവ് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുക. എലീശ അവിടെ കേട്ടോണ്ടിരിക്കുക. കാരണം എലീശയുടെ ഡ്യൂട്ടി എന്തുവാ? കേൾക്കുക എന്നുള്ളതാ. ആമേൻ. അപ്പൊ എന്താണ് നമ്മുടെ ഡ്യൂട്ടി? നമ്മുടെ ഡ്യൂട്ടി ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ സമയം കണ്ടെത്തണം. ദൈവം കാണിക്കുന്ന കാര്യങ്ങളെ വ്യാഖ്യാനിച്ചെടുക്കുവാൻ നമ്മുടെ ആത്മ മനുഷ്യനാകുന്ന ട്രാൻസ്ലേറ്റർ, ഈ പുള്ളി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നയാൾ അറിയാവോ? നല്ല ഒന്നാന്തരം ട്രാൻസ്ലേറ്ററാ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് ആത്മാവ് വന്നപ്പോൾ ഉടനെ അവർ ആത്മാവിൽ നിറഞ്ഞിട്ട് അന്യഭാഷ പറഞ്ഞപ്പോൾ അതേ അറേബ്യയുടെയും മേദ്യയുടെയും മെസപ്പൊട്ടോമിയുടെയും അറേബ്യ ഭാഷയൊക്കെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് പറയുക.
ഫ്ലൂവന്റ് ആയിട്ട് പറയുക. ആത്മാവിൽ നിറഞ്ഞപ്പം അകത്ത മനുഷ്യൻ അങ്ങോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? പറയാൻ തുടങ്ങി. കണ്ടോ, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ദൈവം പറഞ്ഞ അവ ബൈബിളിൽ പറയാണ്, ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ ഞങ്ങളോട് പറയുക, ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുക അവര് ഞങ്ങളുടെ ഭാഷയിൽ. ദൈവം പറഞ്ഞത് ആ ഭാഷയാണോ? ദൈവം പറഞ്ഞ ഭാഷയെ പല ഭാഷയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക അകത്ത മനുഷ്യൻ. ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പം അന്യഭാഷ പറയുമ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ എപ്പോഴും പറയും, എൻ്റെ അന്യഭാഷ ചില സമയത്ത് വേറെ പുതിയ അന്യഭാഷ വരുമ്പോൾ ഞാനത് ശ്രദ്ധിക്കും. ഈ കഴിഞ്ഞ എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അന്യഭാഷയ്ക്കകത്തൊരു മാറ്റം വരുമ്പം ഞാൻ ശ്രദ്ധിക്കും. പുതിയ ചില വാക്കുകൾ വരുമ്പോൾ, പുതിയ ചില അപ്ഡേഷനുകളത് അറിയാവും. പുതിയ ചില ഭാഷകൾ വരുമ്പോൾ പുതിയ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ മൂവ് ചെയ്തതിന്റെ സൈനാണ് പുതുഭാഷകൾ. ഇതൊരു അടയാളമെന്ന് മർക്കോസ് 16 പറയുന്നു. അന്യഭാഷ ഒരു അടയാളമാണ്. അടയാളം, സൈനാണ്. എന്തോ ഒന്നിന്റെ സൈനാണ്. എന്തോ ഒന്നിലേക്ക് നമ്മൾ മൂവ് ചെയ്തു എന്നുള്ളതിന്റെ സൈനാണ് പുതിയ അന്യഭാഷ. അതുകൊണ്ടാണ് പഴയ അന്യഭാഷയും വെച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഉള്ളത്തിൽ ഇത് പതിയട്ടെ, നിങ്ങളുടെ ഉള്ളത്തിൽ ഇത് വ്യാപരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സമയം മുന്നോട്ട് ഒത്തിരി പോയി. എനിക്കറിയാം ഈ വിഷയം നല്ലപോലെ ഈ ദിവസങ്ങളിൽ നിന്ന് മുഴുവൻ നമ്മൾ ഈ കാര്യങ്ങളെ പറ്റിയാണ്. ഞങ്ങളോട് പറഞ്ഞ ഒരു പ്രാർത്ഥനയെ മിസ്സാക്കരുത്. ഞാൻ എന്ന വ്യക്തിയെ നോക്കി നിങ്ങൾ പ്രാർത്ഥന കയറരുത്. പലരും കുഴപ്പമില്ല. ചിലർ പറയും, ബ്രദറെ ഹെഡിങ് നോക്കിയാണ് ഞാൻ കയറുന്നത്. അങ്ങനെ ഇരുന്നോ നിങ്ങൾ? ഹെഡിങ് നോക്കി കയറുന്നതോടൊക്കെ ഞാൻ പറയാം, നിങ്ങൾ ഹെഡിങ് നോക്കി എന്നിരിക്കത്തുള്ളൂ. വളരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്തിനാണ് ദൈവം ദിവസവും ഈ വചനം വെച്ചിരിക്കുന്നത്? എന്തോ നിങ്ങളിലൂടെ കൈമാറാനുണ്ട് ദൈവത്തിന്. ഈ ദിവസങ്ങളിൽ ഭവനത്തിന്റെ കാവൽക്കാര് നിങ്ങളാണ്. ബൈബിൾ പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും. അപ്പൊ നീ എന്ന ഞാനാണ് കുടുംബത്തിലെ അനേകരെ വിടിവിക്കാനുള്ള വ്യക്തി ഞാനാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ദിവസങ്ങളിൽ ആത്മാവിലൊന്ന് ആ ഒരു അനുഗ്രഹത്തെ, അപ്പൊ ദർശനങ്ങൾ കാണുമ്പം എല്ലാ ദർശനങ്ങളും ദൈവത്തിൽ നിന്നുള്ളതല്ല. പകരം ഈ ദിവസങ്ങളിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം, ഒന്നുകൂടെ ഞാൻ പറയാം, വെറുതെ പറയുവല്ല, വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പം നിങ്ങളുടെ അകത്തും ശരീരത്തിലും ഉണ്ടാകുന്ന ഒരു വ്യത്യാസം നിങ്ങൾക്കത് മനസ്സിലാകും. അസ്വാഭാവികമായിട്ട് എന്തോ എന്നിൽ സംഭവിക്കുന്നു. ഇപ്പം നമ്മൾ അന്യഭാഷ പറയാന്ന് വെച്ചു, ശബ്ദ ഹസിയാന്തിരി വചനം പറയുന്ന അന്യഭാഷ. പക്ഷെ ഏതോ ഒരു ടൈമിൽ നമുക്ക് അറിയാൻ പറ്റുന്നില്ല, എൻ്റെ ശരീരത്തിലോ മനസ്സിലോ ഭയങ്കരമായിട്ടൊരു വ്യത്യാസം. ഈ വ്യത്യാസം വരുന്ന ടൈമിൽ കാണുന്ന കാഴ്ചകൾ, ഇതാ നോട്ട് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചുമ്മാ കാണുന്നതല്ല. ഈ വ്യത്യാസം വരുമ്പോൾ, ബ്രദർ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒരു കാണുന്നത് ഇപ്പൊ സൗരി പറഞ്ഞിട്ടില്ലേ, കടുക് കാണുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ വരുമ്പം അവിടെ നോട്ട് ചെയ്തൊരു പേപ്പറിൽ എഴുതണം. എന്തോ അത് കണ്ടത്, ദൈവത്തോട് പറ, കർത്താവ് എനിക്കത് വ്യാഖ്യാനിക്കണം, എനിക്കതൊന്ന് കാണിച്ചു തരണം. എന്താണ് ഇതിന്റെ പിന്നിലെ കാരണം, എന്തുവായി കാണിച്ചതിന്റെ, എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തോ, എനിക്കൊന്ന് വ്യാഖ്യാനിച്ചു തരണം. ഇതാണ് അന്യഭാഷയുടെ വ്യാഖ്യാനത്തെ പറ്റി പറയത്തില്ലേ, അന്യഭാഷകൾ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ. അന്യഭാഷയെ വ്യാഖ്യാനിക്കുക. ഞാൻ ഒരു തവണ എൻ്റെ ജീവിതത്തിൽ അന്യഭാഷയിലൂടെ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ഒരു ദുഷ്ടശക്തി ഇറങ്ങിപ്പോകുന്നത്, ഞങ്ങളൊരു അന്യഭാഷ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയുടെ സമയത്ത് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്നൊരു ദുഷ്ടശക്തി ഇറങ്ങിപ്പോകുന്നത് നഗ്ന നേത്രം കൊണ്ട് കണ്ടിട്ടുണ്ട്. ആ ടൈമിൽ അന്യഭാഷയ്ക്കൊരു വേരിയേഷൻ ഉണ്ടായി. അപ്പൊ നമുക്ക് വിസിബിൾ ആയിട്ട് കാണിക്കുന്ന ഒരു ടൈമിൽ നമ്മുടെ മനുഷ്യന്റെ അകത്ത് പെട്ടെന്നുണ്ടാകുന്ന വേരിയേഷൻ അറിയാവും. ഇതൊക്കെ ഞാൻ പറഞ്ഞ സ്പിരിച്വൽ സെൻസേഷൻ വെച്ച് പറഞ്ഞ ഈ വിഷയം പറയുന്നത് നമ്മള്. അപ്പൊ നമ്മൾ നിൽക്കുന്ന സ്റ്റെപ്പുകളിൽ നിന്നും നമ്മൾ അപ്ഗ്രേഡ്. കാരണം ദൈവാത്മാവ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, കർത്താവ് എന്നോട് പറഞ്ഞു, ദൈവം ജനത്തെ വിശ്വാസി ഒരു ആർമി ആക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് എങ്ങനെ ജനത്തെ പഠിപ്പിക്കും? തമ്പുരാൻ പറഞ്ഞു, നീ ദൈവസനെ നിന്നാ മതി. അപ്പൊ ഈ ദിവസങ്ങളിൽ വരുന്ന ഓരോ വാക്കും നിങ്ങളെ വളർത്തുവാൻ, സൈന്യമാക്കുവാൻ സഹായിക്കുന്ന വാക്കുകളാണ്. സൈന്യമാക്കുവാൻ നിങ്ങളെ ബലപ്പെടുത്തുന്ന വാക്കുകളാണ്. ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് വിസിബിൾ ആയിട്ട് ചിലതിനെ കാണുവാൻ, ദുഷ്ടന്റെ പ്ലാനുകളെ കാണുവാൻ, അത് റിവീൽ ആകുവാൻ. ഞാൻ പറഞ്ഞത് ഈ പേടിക്കാൻ വേണ്ടിയല്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയോ ബ്രദറെ പിശാച് എന്നുള്ളത് നിങ്ങളുടെ കാൽ കീഴിലാണെന്ന് മറന്നു പോകരുത്. ചിലർ സാത്താന്ന് പറയുമ്പോൾ തന്നെ അങ്ങ് വിറയ്ക്കുക. വിറയ്ക്കാനല്ല ഈ പറയുന്നത്.
നിങ്ങൾ ആരാന്നുള്ള ബോധ്യത്തിൽ ഒരു ഡോക്ടറെ പോലെ പെരുമാറിയില്ലെങ്കിൽ, ഒരു പോലീസ് ഓഫീസറെ പോലെ പെരുമാറിയില്ലെങ്കിൽ അയാളുടെ ലൈഫ് മൊത്തം തിരിഞ്ഞു പോകും. അയാളെ ഏൽപ്പിച്ചിരിക്കുന്ന പദ്ധതി മൊത്തം മാറിപ്പോലെ. ഒരു പോലീസുകാരൻ കൈലിമുണ്ട് കൊടുത്തുകൊണ്ട് കവലെ വന്നിരുന്നുകൊണ്ട് സാധാരണക്കാരനെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. ഒരു ഡോക്ടർ ഒരു സാധാരണക്കാരനെ പോലെ വന്നുകൊണ്ട് സാധാരണക്കാരനെ പോലെ ഇടയിൽ ജീവിച്ചാൽ അവിടെ എന്ത് ചെയ്യത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. ഇതേപോലെ നിങ്ങൾ ആരാന്നുള്ള അറിവിൽ വേണം നിൽക്കാൻ. ഈ ബോധ്യം നമ്മളിൽ നിറയട്ടെ. യേശു പറഞ്ഞു, നിന്നോട് വെള്ളം ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. വെള്ളം ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞോ? ആ വാക്കൊക്കെ ഉണ്ടോ? അറിയണം നമ്മൾ ആരാന്ന് ക്രിസ്തുവിൽ. എൻ്റെ കൂടെ ഒന്ന് വിശ്വാസത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരെ, അന്യഭാഷയുടെ വാക്കുകൾ മാറുമ്പോൾ അതുവരെ ശ്രദ്ധിക്കണം. അതൊരു കമ്മ്യൂണിക്കേഷനാണ്. അതൊരു ദൈവത്തിൻ്റെ ഒരു അടയാളമാണ്. അതിൻ്റെ അകത്ത് പോലും നിങ്ങളുടെ അകത്ത് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന. അതുകൊണ്ടാണ് വ്യാഖ്യാനപരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ വ്യാഖ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കുറെ നാളിൽ അന്യഭാഷ പറയാൻ തുടങ്ങിയിട്ട് പോരാ, ഇനി മുതൽ കർത്താവ് അന്യഭാഷ കിട്ടിയതുപോലെ തന്നെ വ്യാഖ്യാനമാണ്. ഞാനൊരു ഉദാഹരണം പറയാം, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ പറയുന്ന അന്യഭാഷയുടെ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും, അറിയാവോ? പലതരത്തിൽ അന്യഭാഷയുണ്ട്. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. നിങ്ങളിപ്പം ശബ്ദഹസ്യാന്തി അന്യഭാഷ പറയുന്നത് ധരിച്ചു. ഇത് ദൈവം സംസാരിക്കുക, നിങ്ങളോട് മർമ്മങ്ങൾ പറയുക. ഞാൻ ചോദിച്ചോട്ടെ, ഇത് വ്യാഖ്യാനിക്കാൻ പറ്റിയാലോ? കൊരിന്ത്യർ ലേഖനം പറയുന്നു ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റിയാൽ എന്തായിരിക്കും? നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്ലാൻ അല്ലേ ഈ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 5 മണിക്കൂർ അന്യഭാഷ പറയുക. ഈ 5 മണിക്കൂർ ദൈവത്തിന്റെ പ്ലാനുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ. പക്ഷേ ഈ നമുക്കറിയാം, ഈ ഹിന്ദി പാട്ടൊക്കെ പാടുന്ന ആൾക്കാരുണ്ട്. ഈ ഹിന്ദി പാട്ടൊക്കെ ഇവർക്ക് ഹിന്ദി അറിയണം നിർബന്ധമൊന്നുമില്ല. അവർക്ക് മലയാളത്തിൽ, ഞാൻ ഒരു സാരം പറഞ്ഞു പറഞ്ഞു, ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആ ഹിന്ദി പാട്ട് എഴുതി കൊടുത്തിട്ട് അവർ പാടുക നല്ല ഫ്ലൂവൻ്റ് ആയിട്ട്. അവർക്ക് ഹിന്ദി അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അവരുടെ ഭാഷയിൽ എഴുതി കൊടുത്തപ്പോൾ അവർ അതിൻ്റെ അർത്ഥം അറിയത്തൊന്നുമില്ല. ഇതേപോലെ നമ്മളിപ്പോൾ അന്യഭാഷ പറയുന്നത് വ്യാഖ്യാന വരത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണമെങ്കിൽ ഈസിയാണ്. നിങ്ങൾ പറയുന്നത് ഇന്നതൊക്കെയാണ്. കർത്താവേ, ഇതായിരുന്നോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇതായിരുന്നു സൊല്യൂഷൻ അല്ലേ? ഇതാണ് ഞാൻ 5-6 മണിക്കൂർ പ്രാർത്ഥിച്ച കാര്യത്തിന്റെ മറുപടി പ്രിയ. അതുകൊണ്ടാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ വ്യാഖ്യാനവർ. അപ്പൊ ഇതൊരു യുദ്ധമാണ്. ഇതാണ് ആയുധങ്ങൾ പൗലോസ് പറഞ്ഞത്. നമ്മളിപ്പോൾ 3 ആയുധത്തെ പറ്റി കേട്ടു. വരും ദിവസങ്ങളിൽ കൂടുതൽ ആയുധങ്ങളെ നമുക്ക് പഠിക്കാം. നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. എൻ്റെ കൂടെ എന്ന് വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ച്, കർത്താവേ, വലിയ പ്രവൃത്തികൾ ദൈവം ചെയ്യും. ആ ശരീരത്തിന്റെ മേൽ വ്യാപരിക്കുന്ന രോഗത്തോട് പറയണം, കർത്താവിന്റെ വചനം വിശ്വസിച്ചിട്ടും എന്തുകൊണ്ട് ഞാൻ ഈ രോഗത്തിലിരിക്കുന്നു? ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ മുമ്പിൽ ഈ വിഷയം ഇരിക്കുന്നത്? ഇതിനൊരു കാരണമില്ലേ? ഉണ്ട്, കാരണമില്ലേ? പത്ര ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളും വചനം പറഞ്ഞു, ഇത്രയും നാളും പ്രാർത്ഥിച്ചു, പക്ഷെ എന്തുകൊണ്ടത് മാറാത്ത? ഒരു കാരണമുണ്ട് പ്രിയരെ. ഇതിൻ്റെ സോഴ്സിനെ കണ്ടുപിടിക്കണം. അതിനെ റിവീലാകണം. ഇത് റിവീലാകണമെങ്കിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, പറ്റിയിരിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും. പറ്റിയിരിക്കുക, ഇഴകിച്ചേർന്നു. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? സീരിയസ് ആകണം. ഇപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. നമുക്കിപ്പോ ഒരു ബാങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ഒരു കാരണം, ഒരു സംഭവം ബ്ലോക്ക് ആയിപ്പോയി. നമ്മുടെ സൂം മീറ്റിംഗ് കുറെ കാലം മുമ്പ് സൂമിലെ മീറ്റിംഗ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇവർ നമുക്കൊരു പെനാൽറ്റി വന്നു. 30,000 രൂപ ഉടനെ അടയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന മെസ്സേജ് വന്നു പെട്ടെന്ന് സൂമിൽ. അങ്ങനെയാണ് ഇങ്ങനെ സൂം അവർ നമുക്ക് 4 ദിവസം നമുക്ക് സൂം ഇല്ലായിരുന്നു. 4 ദിവസം നമുക്ക്, ഒരു ദിവസം എനിക്ക് വന്ന് 2020 കഴിഞ്ഞ വർഷം എനിക്ക് വന്നത് 4 ദിവസം നമുക്ക് നിങ്ങൾ സൂം മീറ്റിംഗ് ഇല്ലാതെ വന്നു, സൂം വർക്കാകാതെ വന്നു. അപ്പോൾ അവർ പറഞ്ഞു 30,000 രൂപ പെനാൽറ്റി അടക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ 30,000 രൂപ പെനാൽറ്റി? കണ്ടോ, അവിടെ ബ്ലോക്ക് ആയപ്പം നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി. അവസാനം അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോഴേക്ക് ഇവരെന്ത് ചെയ്യുക, നമ്മുടെ നിന്ന് പൈസ എടുക്കാൻ വേണ്ടി എന്തോ ഒരു സംഭവം കയറ്റി വെച്ചിരുന്ന അത് കാര്യങ്ങൾ മനസ്സിൽ സെറ്റിൽ ചെയ്തു. അത്രയും പൈസ കൊടുത്തൊന്നുമില്ല. പിന്നെ ആ കാര്യങ്ങൾ നമ്മളൊരു ഓപ്ഷൻ മാറിപ്പോയിരുന്നു. അത്രയും പൈസ കൊടുത്തില്ല, വേറെ രീതിയിൽ എന്ത് ചെയ്തു. അത് നമ്മൾ ചെയ്ത സമയത്ത് ഇത്ര മാസം കഴിഞ്ഞാൽ ചേഞ്ച് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇവന്മാരത് ഹൈഡ് ചെയ്ത് വെച്ചു. അവരുടെ കുഴപ്പമാണ്. അങ്ങനെ ഒരു സംഭവം അവർ ഹൈഡ് ചെയ്ത് വെച്ചു.
ആ സമയത്ത് അത് ഹൈഡ് ചെയ്യാതെ നമ്മൾ ആ ഓപ്ഷൻ കാണിച്ചില്ല. നമ്മളത് മുന്നോട്ട് പോയി അത് സെറ്റ് ചെയ്തു. ആ സമയത്ത് അവർ റിവീൽ ആക്കാതെ അത് മാറ്റി വെച്ചു. അവരുടെ കുഴപ്പമായിരുന്നു. പിന്നെ നമുക്ക് സൂം മുന്നോട്ട് പോകണമല്ലോ, അതുകൊണ്ട് നമ്മൾ മുഴുവൻ കൊടുത്തില്ല, ചെറിയൊരു എമൗണ്ട് നമുക്ക് സെറ്റിൽ ചെയ്യേണ്ടി വന്നു. കണ്ടോ? അപ്പൊ അതിന്റെ കാരണം നമ്മൾ കണ്ടെത്തി. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അത് വന്നുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു കേട്ടോ. അതിന്റെ കാരണം കണ്ടെത്തണം. കാരണം കണ്ടെത്തണമെങ്കിൽ ദൈവം അത് റിവീൽ ചെയ്യണം. ദൈവം അത് റിവീൽ ചെയ്യും. നമ്മളിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യണം. ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ദൈവത്തിന്റെ പെട്ടകമാണ്. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒറ്റ കാര്യം ഓർക്കണം, ഞാൻ ദൈവത്തിൽ നിന്ന് കേൾക്കാനും ദൈവത്തിൽ നിന്ന് അറിയാനും വേണ്ടിയാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധത്തിലിരിക്കണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, പല കാഴ്ചകൾ കാണുമ്പോൾ എവിടെ വെച്ചാണോ നിങ്ങൾ ഈ കാണുന്ന കാഴ്ചകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് വരുന്നത്, ഏത് കാഴ്ചയാണോ ഏത് സംഭവമാണോ റിപ്പീറ്റ് വരുന്നത്. നമ്മൾ എല്ലാ സ്വപ്നവും നമ്മൾ ഓർക്കാറില്ലല്ലോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നവും നമ്മൾ എണീക്കുമ്പോൾ ഓർക്കാറില്ല, മറന്നുപോകും. എന്നാൽ ചില സ്വപ്നങ്ങൾ നമ്മൾ ഓർത്തിരിക്കും. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ചില സ്വപ്നങ്ങൾ നമ്മളെ എന്ത് ചെയ്യും, ഒരു കൊളുത്തി പിടിക്കുന്നത് പോലെ ചില അനുഭവങ്ങൾ വരും. ഇതെല്ലാം ശ്രദ്ധിക്കണമേ. ഇതിൻ്റെ അകത്തെല്ലാം ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇതെല്ലാം ഒരു പോരിന്റെ ആയുധങ്ങളാണ്. ചോദിക്കണം, കർത്താവേ എന്ത് ചെയ്യണം? ഇത് ഫോക്കസ് ചെയ്തിരിക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നുള്ളത്, ഞാനത് വരും ദിവസങ്ങളിൽ നമുക്ക് വചനത്തിലൂടെ തന്നെ കേൾക്കാം. അപ്പൊ കുറച്ചും കൂടെ മനസ്സിലാവും. സമയപരിമിതി ഉണ്ട്, ഇപ്പം വരും ദിവസങ്ങളിൽ കേൾക്കാം. അപ്പൊ യൂട്യൂബിലൊക്കെ കാണുന്നവരെ നിങ്ങൾ മാക്സിമം സൂമിൽ തന്നെ കയറാൻ നോക്കുക. കഴിഞ്ഞ മിക്ക സമയങ്ങളിൽ നമ്മുടെ യൂട്യൂബിൽ ലൈവുകൾ കട്ടാകുന്നുണ്ട്. ഞാനത് പറയാൻ കാരണം, പിന്നെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നവരുണ്ട്, ബ്രദറെ കഴിഞ്ഞ ദിവസം 8-ാം തീയതി കണ്ടില്ല, 9-ാം തീയതി കണ്ടില്ല, 10-ാം തീയതി കണ്ടില്ല, പിന്നെ തപ്പാൻ പോകുന്നത് നടക്കത്തില്ല. ലൈവിൽ മാക്സിമം അത് കയറാൻ പറ്റുവാണെങ്കിൽ മാക്സിമം യൂസ് ചെയ്യുക. ദൈവാത്മാവ് ചിലത് പഠിപ്പിക്കുമ്പോൾ ക്ലാസ്സുകൾ മിസ്സാക്കരുത്. കാരണം ദൈവം തന്നൊരു കൃപയെന്ന് പറയും, നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെ വിശ്വാസ ജീവിതം കൊണ്ടുപോകുക എന്നുള്ളൊരു വെളിപ്പാടിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു അനുഗ്രഹം. പല ആൾക്കാരും വചനം കേൾക്കുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെ പ്രയോഗിക്കപ്പെടരുതില്ല. ഞാനും കുറെ പ്രസംഗം കേട്ടതാണ്. ഞാൻ ഒത്തിരി പൊടി ചോദിച്ചു, ബ്രദർ ഈ ഭയങ്കര വലിയ മർമ്മമല്ല നമ്മൾ കേൾക്കുക, പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിൽ 0 ആണല്ലോ. അതവർക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അവർക്കെല്ലാം പറയാൻ പറ്റുന്നുണ്ട് വചനങ്ങളൊക്കെ. ഞാൻ അവരെ കുറ്റം പറയല്ല, എൻ്റെ ഉള്ളിൽ വന്നു. കാര്യം പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് കയറി വരണ്ടേ, നമ്മുടെ പ്രവൃത്തി ജീവിതത്തിൽ നമുക്ക് മാറ്റം വരണ്ടേ, അത് കാണണ്ടേ. അത് കാണുമ്പോഴല്ലേ കേൾക്കുന്ന വചനം പ്രയോജനപ്പെടുത്തുള്ളൂ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലർ പറയും, ബ്രദറെ ഒരു ഭൂതം വെളിപ്പെട്ട് നിൽക്കുന്നു, ഭയങ്കര പൈശാചിക ബന്ധനം കാണുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞു, ഓക്കെ നിങ്ങളത് കണ്ട് അത് ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ അവർക്ക് പിറ്റേ ദിവസം മുതൽ അതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഡെലിവറൻസും കാണണം. കണ്ടോ? അവർക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റണം. അങ്ങനെ അവരെ എക്യുപ്പ് ചെയ്തെടുക്കുവാൻ നമ്മൾ പ്രാപ്തരാകണം. അവനോട് പൗലോസ് പറഞ്ഞു, എൻ്റെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാണെന്ന് പറഞ്ഞത്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും ഇവിടെ. അപ്പം ഈ ദിവസങ്ങളിൽ ഇരിക്കുമ്പം വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് സ്തുതിച്ചൊക്കെ ഇരിക്കണം. ഓടി വന്നിരിക്കരുത്. കുറച്ചു നേരം റിലാക്സ്ഡ് ആയിട്ട് എപ്പോൾ പ്രാർത്ഥിച്ചാലും കാണുന്ന കാഴ്ചകൾ വ്യാഖ്യാനിക്കണം. ചുമ്മാ ഒരു കാഴ്ച ഉണ്ട്, ബ്രദറെ അതെന്നാ ബ്രദറെ എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങളോട് ഞാൻ പറയും, ഉറപ്പായിട്ടും പറയുന്നത് സങ്കടം വരാൻ വേണ്ടി പറയുമല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണത് കാണിച്ചത്. ചാടി ഉടനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിൽ നിന്ന് പുറത്ത് വരരുത്. ഞാനൊരു കാഴ്ച കണ്ട പെട്ടെന്ന് അതിൽ നിന്ന് പുറത്ത് വരത്തില്ല. ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. എന്തുവാ കണ്ടത്. ഇപ്പം ഒരു സംഭവം കാണുക, സ്വർഗീയമായ ദർശനം കാണുക, നമ്മൾ ഉടനെ കണ്ണു തുറന്നു, അയ്യോ ഞാൻ പെട്ടെന്ന് ബ്രദറെ ഒരു സ്വർണ്ണ പരുന്ത് പറന്നു പോകുന്നത് കണ്ടു, അല്ലെങ്കിൽ വെള്ളി വെളിച്ചം ഞാൻ കണ്ടു. പെട്ടെന്ന് ചാടി വരരുതേ. അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് പൊക്കോണ്ടിരിക്കുക. എൻ്റെ ആത്മാവ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വെയിറ്റ് ചെയ്യ്. അതെന്നെ ബ്രദറെ പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാത്തത്? അത് ഈ പുള്ളിക്ക് നോളജ് കുറവായതുകൊണ്ടാ, ഈ പുള്ളിയെ ബലപ്പെടുത്താത്തതുകൊണ്ടാ. മനുഷ്യനും പഠിച്ചു വരുന്നുള്ളൂ. എന്നാൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എലീശയുടെ ആത്മമനുഷ്യൻ ഭയങ്കര സ്ട്രോങ് ആണ്. വേഗത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കൃപയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ട്രാൻസ്ലേഷൻ ഒരു വലിയ വിഷയം തന്നെയാണ്. ട്രാൻസ്ലേറ്ററെ എന്ത് ചെയ്യണം, ബലപ്പെടുത്തണം. ട്രാൻസ്ലേറ്റർ നല്ല ഫുഡ് കൊടുക്കണം. ആത്മമനുഷ്യന് വചനവും പ്രാർത്ഥനയും കൊടുത്ത് ട്രാൻസ്ലേറ്ററെ ബലപ്പെടുത്തിയാൽ അന്യഭാഷയുടെ വ്യാഖ്യാനമൊക്കെ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരും. ഭയങ്കര ആളാണ് ആത്മമനുഷ്യൻ. ഇങ്ങേർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പറയുന്ന അന്യഭാഷ 10 മണിക്കൂർ പറഞ്ഞാൽ ആ 10 മണിക്കൂർ പറഞ്ഞത് ഫുള്ള് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും നിങ്ങൾക്ക്.
പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമുള്ള ആളാണ് ആ മനുഷ്യൻ. നമുക്ക് കൂടുതൽ ഞങ്ങൾ കുത്തി നിറയ്ക്കുന്ന പോലെ പറയുന്നില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കാം. കർത്താവെ, സ്വർഗീയ നല്ല പിതാവെ, ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ചിട്ട് പറ, ഈ രോഗത്തിന്റെ സകല വേദനകളും എൻ്റെ യേശു വഹിച്ചത്, ഞാൻ അനുഭവിക്കത്തില്ല, എനിക്ക് വേണ്ട. എൻ്റെ രോഗം യേശു വഹിച്ചതാണ്, എൻ്റെ വേദന യേശു ചുമന്നതാണ്. കർത്താവിന്റെ മുറിവിനാൽ എനിക്ക് ആരോഗ്യവും സൗഖ്യവും വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഈ ദിവസങ്ങളിൽ കോട്ടകൾ ഇടിയണം, കോട്ടകൾ ഇടിയണം, കോട്ടകളെ ഇടിക്കണം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ, ആ കോട്ടകൾ ഇടിയട്ടെ. ദൈവസന്നിധിയിൽ ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിക്കട്ടെ. ജീസസ് ക്രൈസ്റ്റ്. ആമേൻ, ആമേൻ, ആമേൻ. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ ഉള്ളത്തിൽ ഈ സോമി എന്നൊരു പേര് വെളിപ്പെടുക. സോമു, അത് തന്നെ, സോമു എന്നുള്ള ഒരു പേര് എൻ്റെ ഉള്ളത്തിൽ വെളിപ്പെടുവാണ്. ആ വ്യക്തി അങ്ങനെയും പലരും വിളിക്കുന്നതായിട്ട് ഞാൻ കേൾക്കുക. സോമു എന്ന് പറഞ്ഞൊരു പേര് വെളിപ്പെടുക. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭവനം ഏതാണോ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദൈവപ്രവർത്തിയെ ചെയ്യാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയേക്കുന്നത്? അതെ, എന്റെ ഒരു ഫ്രണ്ട് ആന്റി, കുവൈറ്റിലുണ്ടായിരുന്ന ഒരു ആന്റിയാണ് സോമു എന്ന് പറയുന്നത്. സോമു എന്ന് പറയുന്നത്. അതെ. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയാം. ഇസ്രായേൽ, ഇന്ന് അവിടുത്തെ ഒരു ആൺ തലമുറയെ കർത്താവ് എന്നെ കാണിക്കും. ആൺ തലമുറ ഉള്ള ആളാണോ ഈ പറയുന്ന ആള്? ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പറയണം, അവരോട് ഏറ്റെടുക്കണമേ. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ അത്ഭുത കാര്യം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പ കർത്താവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല പൈശാചിക നുഖങ്ങളും ഇപ്പോൾ ഇന്ന് തകരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോ യേശുവേ, അങ്ങ് തുടർന്നല്ലോ അപ്പ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഇന്ന് കൽപ്പിക്കുന്നപ്പ അത്ഭുതകരമായ വ്യത്യാസം ഓരോ ഭവനത്തിന് മേൽ അങ്ങ് ചെയ്യുന്നല്ലോ. ഓരോ കുടുംബത്തെ അങ്ങ് വിടിവിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ഈ അലക്സാണ്ടറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം 6 എന്ന് പറയുന്ന ഒരു ലെറ്റർ ആ ഭവനത്തിൽ ആരുമായി ബന്ധപ്പെട്ട പേരിന്റെ ആരംഭം കാണുവാണ്. 6 എന്ന് പറയുന്ന ഒരു ലെറ്റർ യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഏതാണോ ആ കുടുംബം, ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ കുടുംബം, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്റെ ഹസ്ബൻഡാണ് അലക്സാണ്ടർ. എന്റെ ഹസ്ബൻഡ് അലക്സാണ്ടർ. ആറെന്ന് പറയുന്ന ലെറ്റർ ഉള്ള ഒരു ബന്ധം ഓർമ്മയില്ല. 6 പേരുള്ള ഒരു വ്യക്തിയുള്ള ഒരു ഭവനമാണ് കാണുന്നത്. ആ ലെറ്റർ ആണ് ഞാൻ കാണുന്നത്, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ആ കുടുംബം ഏതാണോ അത് സ്വീകരിച്ചോണേ. കർത്താവിന്റെ എന്തോ എന്റെ മകന്റെ ഭാര്യയുടെ പേര് റിനി എന്നാണ് 6. അവളുടെ അച്ഛന്റെ പേര് അലക്സാണ്ടർ. പക്ഷെ അലക്സാണ്ടറുമായി ബന്ധപ്പെട്ട് 6 എന്ന് പറയുന്ന വ്യക്തിയുടെ ദൈവപ്രവൃത്തി നടക്കാൻ വേണ്ടി പോവാം. അല്ല, മരിച്ചുപോയതോ ജീവിച്ചിരിക്കുന്നോ ആയിക്കോട്ടെ, അലക്സാണ്ടറുടെ ഭവനത്തിൽ 6 പേരുള്ള വ്യക്തിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയിലേക്കാണ് ഫോക്കസ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അലക്സാണ്ടറിൽ. ബ്രദറെ, നമ്മള് 3 വർഷമായിട്ട് ഭർത്താവുമായിട്ട് അകന്നാ നിൽക്കുന്നത്. പ്രശ്നമൊന്നുമില്ല. ബ്രദറോട് പറഞ്ഞിട്ടുള്ളതാണ്. മരുമകളാണ്. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ഇസ്രായേൽ ഏറ്റെടുത്തു. ഇന്ന് കർത്താവ് ഇന്ന് ദൈവപ്രവർത്തി ഉണ്ടാകും. പിതാവിന്റെ കാലഘട്ടത്തിൽ ആ കുടുംബത്തിന്റെ മേൽ കയറിയത്, പ്രത്യേകിച്ച് മകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായതിനെ ഞങ്ങൾ ഇപ്പോൾ ഇന്ന് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ ആശ നശിക്കും, അവൻ പല്ല് കടിച്ചുരുകും എന്ന വചനത്താൽ ബ്ലസ് ചെയ്യുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞങ്ങളൊന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ.
യേശുവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ഇന്ന് വെളിപ്പെടുന്നല്ലോ അപ്പ. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളത്തിൽ പറയുന്നു, ഈ ജയ എന്നൊരു പേര് കർത്താവ് എന്നെ കാണിക്കുക. ജയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജനുവരി എന്നുള്ളൊരു മാസം ജയ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് കാണിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിലൊരു കർത്താവ് ഒരു കാഴ്ച കാണിക്കുകയാണ്. ഈ കാട് പിടിച്ച് കിടക്കുന്ന, മുഴുവൻ മൂടി കിടക്കുന്ന ഒരു അനുഭവം. കാട് പിടിച്ച് ഒരു ഭവനം എന്താ പറയുന്നത്, നമുക്ക് വാസയോഗ്യമല്ല. ഇതൊരു ദർശനമാണ്, റിയാലിറ്റി അല്ല. വാസയോഗ്യമല്ലാത്ത രീതിയിൽ കാട് പിടിച്ച് മുഴുവനും അയോഗ്യമായി കിടക്കുന്ന ഒരു ഭവനം കാണിക്കുക. അതിൻ്റെ അന്തരീക്ഷം, അതായത് ഈ ലിറ്ററലി ഉള്ള അവസ്ഥയല്ല, ഇതൊരു ദർശനമാണ്. എന്നാൽ അതിൻ്റെ അകത്തു നിന്നും കാട് വെട്ടി തെളിച്ച് ആ ഭവനത്തിൻ്റെ അകത്ത് നിന്നെല്ലാം നീക്കുന്നത് പോലെ ആ ഭവനത്തിൽ ഇന്ന് മറയഞ്ഞു പോയതിന് കർത്താവ് തൊടുക. ഈ ജയയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അതിനെ സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ ഞാനാണ് ജയ. ജനുവരി ജനുവരി 6-ാം തീയതിയാണ് മകള് ജനിച്ചത്. അതെ. ഇന്ന് കർത്താവ് ഇന്ന് കുടുംബത്തിന്റെ അകത്ത് അവസ്ഥകൾ മാറാൻ വേണ്ടി പോവാണ്. കാട് പിടിച്ച അനുഭവങ്ങൾ, അവസ്ഥയല്ല അനുഭവങ്ങൾ കർത്താവ് ഇന്നെടുത്ത് മാറ്റി അതിന്റെ മേൽ ദൈവത്താലുള്ള തെളിഞ്ഞ അവസ്ഥകളെ തമ്പുരാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങൾ ആ കുടുംബത്തെ ബ്ലെസ് ചെയ്യുന്നപ്പ. ഈ മെയ് മാസത്തിൽ ജനിച്ച മനുവെന്ന് പേരുള്ള തലമുറയുള്ള കുടുംബവേദ, മെയ് മാസത്തിൽ ജനിച്ച മനുവെന്ന് പേരുള്ള തലമുറയുള്ള കുടുംബം ഏതാണോ ഇന്ന് ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ അത്ഭുത കരം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ, അത്ഭുത കരം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പ ആ ഭവനം ഇപ്പൊ തന്നെ ഏറ്റെടുത്തോണേ. കർത്താവിന്റെ കരം ഇന്ന് തലമുറയുടെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോവാ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പ. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ്, ഞങ്ങളുടെ അത്ഭുത കരം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. ഞങ്ങൾ നന്മയായി തുറക്കുന്നപ്പ. ആ മകന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുതം തുടങ്ങട്ടെ. സൂമിലോ ലൈവിലോ എവിടെ ഇരുന്നോ ഉണ്ടായിക്കോട്ടെ. ആ ഭവനത്തിന്റെ മേൽ അത്ഭുത സൗഖ്യത്തിന് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. 2017 ഈ ഒരു അതിരുമായി ബന്ധപ്പെട്ട്, ഒരു മതിലിൻ്റെമായിട്ട് ബന്ധപ്പെട്ട്, അതിങ്ങനെ ആ ഒരു മതില് വിഷയം, അതിര് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 2017 ഉണ്ടായ ഒരു തർക്കം, അത് നിമിത്തം ഉണ്ടായ ചില പ്രശ്നങ്ങൾ, അതിന്റെ പരിണിത ഫലമായിട്ടുണ്ടായ ചില വിഷയങ്ങൾ 2017 ആ മതിലിന്റെ ഒരു വശം ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന ഒരു അനുഭവം, അങ്ങനെ ഒരു കാഴ്ച, ഒരു വീട് കാണിക്കുക. ആ വീട് ഏതാണോ 2017 ഇൻസിഡന്റ് സംഭവിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഇന്ന് ആ കുടുംബത്തിന്റെ അകത്ത് നിൽക്കുന്ന സകല വെല്ലുവിളികളും ഇന്ന് സമാപ്തിയിലേക്ക് വരിക യേശുവിന്റെ നാമത്തിൽ. ഏതാണോ ആ ഭവനം പറഞ്ഞു. എന്റെ ബ്രദറിന്റെ ഒരു പ്രോപ്പർട്ടിയുടെ സൈഡില് മതില് കെട്ടി എന്റെ പപ്പായുടെ അനിയന് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു 2017. ആ വിഷയത്തെ ചൊല്ലി പ്രശ്നം ഉണ്ടായിരുന്നു. 2019 എന്റെ ഇളയ ബ്രദറ് ഒരു ആക്സിഡന്റിൽ മരിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണോ അവിടെ കേസ്? അത് തന്നെ. അവര് ആ പപ്പായുടെ അനിയനെ കേസ് കൊടുത്തിരുന്നു. അതിപ്പോ കേസ് നടന്നുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ ഓഗസ്റ്റ് മാസവുമായിട്ട് എന്തോ ഒരു കണക്ഷൻ അത് കാണുന്നുണ്ടല്ലോ. ഓഗസ്റ്റ് മാസവുമായിട്ട് ഈ ഒരു വിഷയത്തിന് ഞാൻ ആ മാസം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോ. കർത്താവേ, അങ്ങനെ അത്ഭുത കരം ഇപ്പോൾ വെളിപ്പെടുന്നല്ലോ, അത്ഭുത കരം എന്ന് വെളിപ്പെടുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, പറഞ്ഞു ബ്രദറെ, പറഞ്ഞു. 2017 എന്റെ വീട്ടിന്റെ ഫ്രണ്ടില് പപ്പയുടെ അനിയന്റെ വീട്ടിൽ വെക്കുന്നതിന് സംബന്ധമായി
മതിൽ കെട്ടി. അപ്പം അതിന് എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. തർക്കമുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ആ മതിലിനോട് ചേർന്ന് തന്നെ അവര് 2 മുറികളോളം ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പം റോഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ വീടൊന്നും കാണത്തില്ല, വഴിയും കുറവാണ്. പിന്നെ കാർ വരാൻ തക്ക വിധം അവര് തന്നിട്ടില്ല. അങ്ങനെ കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷെ അങ്ങനെ തന്നിട്ടില്ല. അതിനെ സംബന്ധിച്ച് തർക്കവും പ്രശ്നവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും സ്ഥലവും വീടും വണ്ടി വരാത്തതുകൊണ്ട്, താഴ്ഭാഗത്ത് വീട് കാണാത്തത് കൊണ്ടും വിൽക്കണമെന്ന് പറഞ്ഞ് മോനും പ്രശ്നമായിരുന്നു, പപ്പായും ഇടയ്ക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഓഗസ്റ്റുമായിട്ട് എന്താ അതിന് ബന്ധമുള്ളത്? ഈ സ്ഥലം, ഈ വിഷയങ്ങൾ ഞാൻ ഈ ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് എന്ന് പറഞ്ഞ മാസം ഞാൻ എടുത്തു കാണുവാണ്. ഈ വ്യക്തിയുമായിട്ട്, ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൈൻ ആണ് കാണിക്കുന്നത്. അത് എന്റെ സഹോദരിയാണ്, എന്റെ ചേച്ചിയാണ്. ചേച്ചി ആഗസ്റ്റ് 15-നാണ് തൊട്ടപ്പുറത്തെ വീട്ടുകാരായിട്ട് 17 മതില് കെട്ടാൻ ഫൗണ്ടേഷനൊക്കെ ഇട്ടു. പക്ഷെ മേലോട്ട് പണിയാനുള്ള കല്ലൊക്കെ കൊണ്ടുവന്നിട്ട് അത് ശരിയായില്ല. ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രകാരം കുറെ വഴക്കുകളൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആഗസ്റ്റ് 15 ചേച്ചി ജനിച്ചത്. ആഗസ്റ്റ് 15 ഈ വീടിന്റെ അകത്തുള്ള ആളല്ലേ? അതെ. ഇന്ന് കർത്താവിന്റെ കരം ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഇതേ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടവരും ആ ഡെലിവറൻസിനെ സ്വീകരിച്ചോണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ആ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ യേശുവെ ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ ഞങ്ങൾ അയക്കുന്നപ്പ അങ്ങ് ആ കുടുംബത്തെ വിടിവിക്കുന്നല്ലോ. അത്ഭുതകരമായ പ്രവർത്തികൾക്കായി സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട് കൈയെടുത്ത് വെച്ച് നന്ദി കർത്താവെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കരം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല. അപ്പോ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ചാട്ടെ. കർത്താവെ, അങ്ങയുടെ അടിപ്പിണരാൽ എനിക്കിന്ന് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചിരിക്കുന്നു. കർത്താവിന്റെ വേദന ക്രൂശിൽ വഹിച്ചിരിക്കുന്നു. കർത്താവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും കൈയെടുത്ത് വെച്ചു. ഫാദർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവെ, ഞങ്ങളുടെ മുറിവ് ഞങ്ങളുടെ സൗഖ്യവും ആരോഗ്യവും ബലവുമാണല്ലോ. ഇപ്പോൾ തന്നെ ഹീലിങ്ങിനെ റിലീസ് ചെയ്യുന്നപ്പ വേദനയുള്ള ഭാഗത്തോട്ട് കരമെടുത്ത് വെച്ച് ദൈവമേ, ഞങ്ങളുടെ അത്ഭുത കരത്തെ അങ്ങ് തൊടുന്നല്ലോ, അത്ഭുത വിടുതലിനെ അങ്ങ് ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോ കർത്താവെ, അങ്ങ് തൊട്ട് വിടുവിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം തൊട്ട കൃപയ്ക്ക് നന്ദി പറയുന്നു. സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. അത്ഭുതം ചെയ്ത് കഴിഞ്ഞ കൃപയ്ക്ക് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ചെയ്തിരിക്കുന്നല്ലോ. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. വാരി വിതറുവാൻ നന്മയ്ക്കായി നന്ദി പറയുന്നു. മുന്നോട്ട് കർത്താവ് സഹായിക്കുന്ന വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ പ്രാർത്ഥന തൊടുപുഴയിൽ 10-ാം തീയതിയാണ്. ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും. തൊടുപുഴയിൽ നമുക്ക് 10-ാം തീയതി, ഏപ്രിൽ മാസം 10-ാം തീയതി തൊടുപുഴയിൽ ആ ഹോള് റെഡിയായിട്ടുണ്ട്. അതാണ് നാമത്തിൽ. ഇന്ന് അതിനുവേണ്ടി വിതച്ച മക്കളെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളെയും മുൻകൂട്ടി ചെയ്യുവാൻ ദൈവം സഹായിച്ചല്ലോ. അതിന്റെ ഡീറ്റെയിൽസ്, പോസ്റ്ററുകൾ യൂട്യൂബിൽ കാണുന്നവരെ എൻ്റെ തൊണ്ട് നിങ്ങൾക്ക് അതിലൂടെ വരാൻ സഹായിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. തൊടുപുഴയിൽ ചിന്ന ഓഡിറ്റോറിയം എന്ന് പറഞ്ഞത് പുളിമൂട്ടിൽ സ്ക്വയർ, പാലാ റോഡിലാണ്. ധന്വന്തിരി ജംഗ്ഷൻ, ടെമ്പിൾ റോഡാണ്. അപ്പൊ അവിടെ തൊടുപുഴയിലുള്ളവർക്ക് ഈ പ്രാർത്ഥന, പ്രത്യേകിച്ച് തൊടുപുഴയുടെ അടുത്ത ഭാഗത്തുള്ളവർ, എറണാകുളം കോട്ടയത്തൊക്കെ ഉള്ളവരോ അതിന്റെ വരാൻ കഴിയുന്നവർ, പ്രത്യേകിച്ച് സാഹചര്യം നമ്മൾ കണ്ടെത്തുക, നിർബന്ധിക്കുന്നില്ല, ഉള്ളവർ എത്തിച്ചേരുക. കർത്താവ് സഹായിക്കട്ടെ. വലിയ പരിശുദ്ധാത്മാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ഞാൻ ദൈവകൃപയാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ നാമത്തിൽ വലിയ പ്രവർത്തികളെ ദൈവം ചെയ്യും. ഈ സമയത്ത് സാക്ഷ്യമുള്ള ആളുകളുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. എന്റെ കാലിന് ഭയങ്കര വേദനയായിരുന്നു. ആ വേദന പൂർണ്ണമായിട്ട് എത്ര നാള് സിസ്റ്റർ ബുദ്ധിമുട്ടുണ്ടായിരുന്ന?
എനിക്കൊരു 3 മാസമെങ്കിലും ആയിട്ടുണ്ട്. 2 കാലിനും മുട്ടിന് താഴെ പുറകുവശം മസില് 2 കാലിനും ഭയങ്കര കഴക്കലായിരുന്നു. അത് ഇന്നലെ അത് ഭേദമായതാണ്. ഇന്നലെ എനിക്കത് മ്യൂട്ട് മാറ്റി കിട്ടില്ല. അപ്പൊ ഇന്ന് ഞാൻ സാക്ഷ്യം പറയാണ്. മുറിവെണ്ണയൊക്കെ ഞാൻ എപ്പോഴും പുരട്ടിക്കൊണ്ട് നടക്കുന്ന വ്യക്തിയായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് മുറിവെണ്ണയും പുരട്ടിയിട്ടില്ല, ഓളിനും പുരട്ടിയിട്ടില്ല, ഒന്നും പുരട്ടിയിട്ടില്ല. കാല് പൂർണ്ണ സൗഖ്യമായി. നന്ദി യേശുവെ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. പ്രിയ സഹോദരി പറഞ്ഞ പോലെ 3 മാസം അതികഠിനമായ വേദനയായിരുന്നു. യേശു ഇന്നലത്തെ ആ പ്രാർത്ഥനയിൽ കർത്താവ് തൊട്ടു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എന്റെ ഒരു കൂട്ടുകാരിയാണ് എനിക്ക് ലിങ്ക് അയച്ചത്. ഞാൻ വേറൊരു പ്രാർത്ഥനാവശ്യത്തിന് വേണ്ടിയാണ് ലിങ്ക് വാങ്ങിച്ചത്. പക്ഷെ അത് പ്രാർത്ഥനാവശ്യം പറയാൻ പറ്റിയിട്ടില്ല. എങ്കിലും അത് തീർച്ചയായിട്ടും പ്രയർ റിക്വസ്റ്റുകൾ നമ്മുടെ പ്രയർ ലൈൻ നമ്പറിലുണ്ട്, അതിലേക്ക് അയക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ ബ്രദർ, പറഞ്ഞു. ഒരു 2-3 സാക്ഷ്യമുണ്ട് ബ്രദർ. പറഞ്ഞു. നമ്മളുടെ റിലേഷൻ തന്നെ, അവര് മധ്യപ്രദേശിലായിരിക്കുന്ന ഒരു സ്ഥലം വാങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് കൊടുത്തു. അപ്പൊ ഓക്കെ എന്നൊക്കെ പറഞ്ഞതാണ്. പിന്നെ അവരത് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ച് അഡ്വാൻസ് കൊടുത്തു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല, ആ സ്ഥലം തന്നെ നിങ്ങൾക്ക് തിരിച്ചു തരും പറഞ്ഞു. അപ്പൊ അവർ റിട്ടേൺ തിരിച്ചു വന്നിരിക്കുന്നു മധ്യപ്രദേശിന്. അവര് ആ ഹൗസ് ഓണർ വിളിച്ച് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാം, അവരത് വേണ്ട പറഞ്ഞു. അതിൽ വലിയൊരു അനുഗ്രഹമാണ് ദൈവം ഇടപെട്ടത്. അതൊരു സാക്ഷ്യം. പിന്നെ ഒരു മോളിന്ന് വീണു പറഞ്ഞു, ടെറസിന്റെ മോളിന്ന് വീണു പറഞ്ഞു, ഒരു ആൺകുട്ടി. അപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞു അവര് ആ വേറൊരു കുട്ടിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. അപ്പോഴാണ് ഈ കുട്ടി ആംബുലൻസ് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വെയിൽ ചെയറിലൊക്കെ കൊണ്ടുവന്ന് വിഭാഗത്തിലേക്ക് കയറ്റി. അപ്പൊ അവര് വേറെ ഒരു റിലേഷൻ സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. ഈ വിവരം അറിയാൻ പറ്റി എന്താണ് ആ കുട്ടിക്ക് എന്ന് വിളിച്ച് ചോദിച്ചപ്പോ പറഞ്ഞു ആ കുട്ടി കുഴപ്പമൊന്നുമില്ല. കൊണ്ടുവന്നത് അവർ ആ കുട്ടിയെ കയ്യെ പിച്ച് മാന്തുമൊക്കെ ചെയ്തു. പറഞ്ഞ നാഗം കൊണ്ടൊക്കെ കോറി, വേദനയുണ്ടോ അനക്കയില്ലാണ്ട് അങ്ങനെ കുട്ടി അങ്ങനെ ഒരു അവസ്ഥ ബോധക്ഷയമായിട്ട് കിടന്നു. അപ്പൊ കുട്ടി ഓമട്ടി. കുട്ടി ടെറസിന്റെ മുകളിൽ നിന്ന് വീണാണല്ലോ, അങ്ങനെ ഓമട്ടി. അപ്പൊ ഓമട്ടി ഡോക്ടർക്ക് ഈ വിവരമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ അവരും വിളിച്ചു ചോദിച്ചപ്പോ അന്വേഷിച്ചു. വലിയൊരു അത്ഭുതം അവിടെ പ്രവർത്തിച്ചു ബ്രദർ. കുട്ടിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു വന്നൂന്ന്. അങ്ങനെ അനക്കമായിട്ടിരുന്നാണ്, അതും തിരിച്ചു വന്നു പറഞ്ഞു. പിന്നെ വേറൊരു വിഷയം, ഒരു ഐസ്ക്രീം കഴിച്ചു ഒരു ചേച്ചി. അപ്പൊ അത് ബാക്കി എല്ലാവരും കഴിച്ചപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ചേച്ചിക്കും അത് കഴിച്ച സമയത്ത് തൊണ്ടയിൽ എന്തോ സംഭവിച്ചു പറഞ്ഞു. വടക്കഞ്ചേരി ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോ അവര് ഇവിടെ പറ്റില്ല, തൃശ്ശൂർ ജൂബിലിയിൽ കൊണ്ടുപോയി. അപ്പൊ ഇവിടെ എന്റെ അടുത്ത് വിഷയം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ, മരിച്ച രാത്രി ലോകത്ത് എഴുന്നേറ്റതുപോലെ അതുപോലെ ഇങ്ങനെ ഈ വിഷയമൊക്കെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതെല്ലാം വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിക്കും, ടെൻഷൻ ആവണ്ട, നല്ല റിസൾട്ട് കേൾക്കുന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ സ്കാനിങ് ഡ്യൂട്ടി ഡോക്ടറെ ഉണ്ടായിരുന്നല്ലോ, സ്കാനിങ് ഒക്കെ എടുക്കാൻ പറയും. സ്കാനിങ് എടുത്ത് നോക്കിയിട്ട് അതിൽ ഒരു കുഴപ്പമില്ല, അത്ര എല്ലാം നോർമലായി. ഈ 3 വിഷയം വലിയൊരു അനുഗ്രഹമാണ് ദൈവം തന്നത്. ബ്രദറിന്റെ പ്രാർത്ഥനയിൽ ആദ്യം ദൈവത്തിന് നന്ദി പറഞ്ഞു, പിന്നെ ബ്രദറിന്റെ കുടുംബത്തിന് നന്ദി പറഞ്ഞു. വലിയൊരു അനുഗ്രഹത്തിന്റെ കാര്യം സംഭവിച്ചത് പറഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് എന്ന പ്രിയ സഹോദരി മുഖാന്തരം ദൈവം ഒരു വിശ്വാസം ദൈവം കൊടുത്ത 3 വിഷയങ്ങൾ പ്രത്യേകിച്ച് കർത്താവ് അതിന് സാക്ഷ്യമാക്കി മാറ്റി. അസാധ്യമായതിനെ സാധ്യമാക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് കാണുവാനും അനുഭവിക്കുവാനും ദൈവസാക്ഷ്യത്തിലൂടെ പ്രിയമക്കളെ ഇടയാക്കിയല്ലോ. ഇനിയും വലിയ പ്രവർത്തികളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ, വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന സിസ്റ്ററെ, അനേകർക്കൊരു അനുഗ്രഹമായി തീരട്ടെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇങ്ങനെ 2 ദിവസം മുമ്പേ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം വെച്ചാല് ഒരു മാന് വീട്ടില് വന്ന് നിക്കുന്നു. വീട്ടില് വന്നിട്ട് ചൊവ്വത്തിന്റെ സൈഡിൽ വന്ന് നിക്കുന്ന, പേടിച്ചിട്ട് വന്ന് നിക്കുന്ന പോലെ. അതുപോലെ അന്ന് ചെറുതല്ല, അത്ര വലുതല്ല, ഒരു മീഡിയം സൈസ് മാൻ. അപ്പൊ ഇതിനെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അനങ്ങുന്നില്ല, ഞാൻ തൊട്ടപ്പോന്നും അനങ്ങുന്നില്ല. അങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അതെന്താന്ന് അറിയുന്നില്ല. അന്ന് തന്നെ എണീറ്റ് പ്രാർത്ഥിച്ചു, ദൈവമേ എന്തായിരുന്നു. സിസ്റ്റർ, ഞാൻ പറഞ്ഞില്ല സിസ്റ്റർ, നമുക്ക് ദൈവം കാണിക്കുന്നത്, ആ കാണിക്കുന്ന കാര്യങ്ങളെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ അത് ദൈവസന്നിധി ഇരിക്കണം. കർത്താവ്, ഞാൻ ഈ കാണിച്ച കാര്യങ്ങൾ എനിക്കത് വ്യാഖ്യാനിച്ചു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിൽ ഇരിക്കണം. അതെനിക്ക് സ്വപ്നത്തിലൂടെയോ അല്ലാതെയോ എങ്ങനെയാണോ കർത്താവ് എനിക്കത് മനസ്സിലാകുന്നത് പോലെ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം, വേർതിരിച്ച് കേട്ടോ. ദൈവം അത് കാണിക്കും. ഗോഡ് ബ്ലസ് യു.
മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പ്രൈസ് ലോർഡ് ബ്രദറെ, കഴിഞ്ഞ ദിവസം 3 ദിവസത്തിന് മുമ്പ് ബ്രദറെ ഒരു റൂബിന്റെ കാര്യം പറഞ്ഞായിരുന്നു. സമാധാനം അയക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സഹോദരിയുടെ മകനാണെന്ന് പറഞ്ഞ് ഞാൻ ഏറ്റെടുത്തു. പ്രാർത്ഥിക്കാൻ ആ പൈലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സഹോദരിയുടെ ഇളയ മകനായിരുന്നു. അതിന് വേണ്ടി ദുബായിൽ 3 പ്രാവശ്യം പോയിട്ട് ജോലി ലഭിക്കാതെ അവിടെ നിന്ന് എന്നെ വിളിച്ചു. ആന്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ 12 സഹോദരങ്ങളിൽ ഞാൻ മാത്രമേ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ചിട്ടുള്ളായിരുന്നു. അപ്പൊ അവൻ എന്നെ എപ്പോഴും വിളിച്ചു പറയുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അവനോട് യേശുവിനെ കർത്താവായിട്ട് മോനെ സ്വീകരിക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അന്ന് പോലെ അവൻ അത് ഞാൻ പറഞ്ഞു കൊടുത്തത് പോലെ പറഞ്ഞ് സംസാരിച്ചു. പക്ഷെ അവന് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പോയി അവന് ജോലി അവിടെ ലഭിച്ചില്ല. അവന് നാട്ടിൽ കഴിഞ്ഞ ദിവസം പോയിരുന്നു ബ്രദർ ഈ ആലോചന പറഞ്ഞു. അവന് സമാധാനം വായിക്കുന്നത് സമാധാനമില്ലാതെ അവൻ എപ്പോഴും എന്നെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കും. ആന്റി പ്രാർത്ഥന, ഞാൻ ഈശോയെ ഞാൻ അനുഗ്രഹിക്കുന്നു, ഈശോ പറയുന്ന പോലെ ഞാൻ കേൾക്കുവാന്നൊക്കെ എപ്പോഴോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഓരോ വചനങ്ങൾ പറഞ്ഞ് അയച്ചു കൊടുത്തത് ബ്രദർ പറഞ്ഞ 5 ദിവസം പറഞ്ഞ ആലോചന പ്രകാരം കഴിഞ്ഞ ദിവസം ഇന്നലെ അവന് ജോലി, ഇന്ന് അവന് ചങ്ങനാശ്ശേരിയിൽ അവന് വീടിന് അടുത്ത് തന്നെ ജോലി കിട്ടണമെന്നായിരുന്നു ആഗ്രഹിച്ച്. അവിടെ തന്നെ നല്ലൊരു ഓഫീസിൽ മാനേജറായിട്ട് ജോലി ലഭിക്കാൻ ഇട വന്നു. അതല്ല കുടുംബത്തിന് കർത്താവിനെ അറിയാൻ ദൈവം ഇടയാക്കിയ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിന്റെ ജീവിതം ബ്രദറിനും കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. തീർച്ചയായിട്ടും പ്രിയ സഹോദരി പറഞ്ഞ പോലെ ഇതൊരു പ്രവചന നിവൃത്തിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രവചനത്തിന്റെ അകത്ത് ഡെലിവറൻസിന്റെ പ്രവചനം ഉണ്ടെന്ന് കേട്ടതുപോലെ ആ റോബിൻ എന്ന് പറയുന്ന ആ മകന്റെ പേര് ദൈവാത്മ വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു അവന്റെ വലിയ സമാധാനം അയക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ റോബിൻ ആരാന്ന് അറിയത്തില്ലായിരുന്നു. സഹോദരി പറഞ്ഞത് എന്റെ ഇന്നുപോലെ ആളാന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് അവരെ അറിയിച്ചു. അതാണ് ആ ഏറ്റെടുക്കുകയും അവരെ അറിയിക്കുകയും ആ വചനം നിവർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്ന് കേട്ടതുപോലെ തന്നെ ആ മകന്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അതൊരു ഡെലിവറൻസ് ആണ് അവന് സംഭവിച്ചത്. അവന് നന്മ കിട്ടി. അവൻ നാട്ടിൽ തന്നെ അവന് മാനേജറായിട്ട് അത് പോസ്റ്റ് കിട്ടാൻ ഇടയായതുകൊണ്ട് സമാധാനം ഇല്ലാതിരിക്കുമായിരുന്നു. ദൈവം സ്വസ്ഥത കൊടുത്തു, ദൈവം സെറ്റിൽമെന്റ് അവന് വേണ്ടി കൊടുത്തു. ഗോഡ് ബ്ലെസ് യു. ഇനി യേശുവിന്റെ നാമത്തിൽ തന്നെ ഇനിയും അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ദൈവം സഹായിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. എനിക്കൊരു സാക്ഷിയുണ്ട്. പറഞ്ഞു സിസ്റ്റർ. അതെ, ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്നും ഉറക്കം വന്നിട്ട് ഞാൻ പകുതി പോലും കേൾക്കാറില്ല. ഇന്നപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ സൂം കാണാതിരിക്കുന്നില്ല, എന്നിട്ട് വെറുതെ ഉറങ്ങിയിരിക്കണേന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് 9 അന്യഭാഷ പ്രാർത്ഥന ഞാൻ വെച്ചില്ലേ, 9 മണിക്ക് 9:30 ആയപ്പോ പ്രാർത്ഥന വെക്കുക. അപ്പൊ മനസ്സിലിങ്ങനെ തോന്നി വെക്കാന്ന്. അപ്പൊ ഞാൻ വെച്ചു. ഇന്ന് ഉറക്കം വരാണ്ട് എനിക്ക് കേൾക്കാൻ പറ്റി. അപ്പൊ അന്യഭാഷ പ്രാർത്ഥന ഞാൻ പറഞ്ഞു സിസ്റ്റർ. പിന്നെ എനിക്ക് എന്റെ കാലിനും എന്റെ വായല് ഭയങ്കര തൊലിപ്പോകലും വേദനയും ഭയങ്കര. അത് മാറി, കുറവുണ്ട്. കുറേയല്ല, മാറി പോലെ ഉണ്ട്. പിന്നെ കാലിന് വേദന ഉണ്ടായി, അതും കുറഞ്ഞിട്ടുണ്ട്. നന്ദി യേശു. ഇന്ന് പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ ഇന്ന് ആ ഉറക്കം പ്രാർത്ഥനയ്ക്കകത്തിരിക്കുമ്പോൾ ഒരു ഉറക്കത്തിന്റെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അന്യഭാഷ പ്രാർത്ഥനയിൽ പ്രിയ സഹോദരി കേൾക്കാൻ തുടങ്ങിയപ്പം ഒരു ഡെലിവറൻസ് ഉണ്ടായി. പിന്നെ ഉറക്കം വന്നുമില്ല. ആ ബലത്തിൽ മുന്നോട്ട് പോയി കാലിനും ആ വായിലെ ബുദ്ധിമുട്ടുകൾക്കും സൗഖ്യം ദൈവം കൊടുത്തു. എന്റെ പ്രിയരെ, ഞാൻ പലപ്പോഴും പറഞ്ഞത് അന്യഭാഷ പ്രാർത്ഥന നിസ്സാര കാര്യമല്ല, നമ്മുടെ അന്തരീക്ഷത്തെ മാറ്റുന്നതാണ്. പരിശുദ്ധാത്മാവ് ഇനിയും നിറയ്ക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു വിഷയം പറയാനുണ്ടായിരുന്നു ബ്രദറെ. എന്റെ മോള് കാനഡയിലാണ്. മോള് ഒരു പ്രാവശ്യം 6ന് പരീക്ഷ എഴുതി, പക്ഷെ തോറ്റുപോയി. രണ്ടാമത് നാളെ കഴിഞ്ഞ് എഴുതാൻ ഡേറ്റ് എടുത്തിരിക്കുകയായിരുന്നു. പക്ഷെ അവള് പിന്നെ മറന്നുപോയി, എല്ലാം മറക്കുവാന്ന് പറഞ്ഞ് പിന്നെ ഡേറ്റ് എഴുതുന്നില്ലെന്ന് പറഞ്ഞിരുന്നു, വിഷമത്തിലിരിക്കുന്നു. പിന്നെ അടുത്ത മാസം എഴുതാമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഒരു പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ ബ്രദറെ പ്രാർത്ഥന? തീർച്ചയായും നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഈ വാക്യം പറഞ്ഞാൽ മാത്രം മതി. മോളോട് എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. ഫിലിപ്പിയ ലേഖനം 4-ാം വാക്യം, എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ പരീക്ഷയ്ക്ക് ജയിക്കും. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ വചനം കേട്ടോ. കർത്താവ് അത്ഭുതമാക്കി മാറ്റും, യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പ്രൈസ് ലോർഡ് ബ്രദറെ. സാക്ഷ്യമല്ല, ഞങ്ങളുടെ വീട് വിറ്റിട്ട് ഞങ്ങൾ വേറൊരു വാടകയ്ക്ക് ഒരു വീട്ടിലോട്ട് പോയി. അപ്പൊ അവിടെ ചെന്നത് മുതല് എനിക്കും ഹസ്ബൻഡും മോക്കും, ഞങ്ങൾ 3 പേരോട് താമസിക്കുന്നത്. മോൻ ബാംഗ്ലൂരിലാണ്. ഞങ്ങൾക്ക് 3 പേർക്ക് മാറി 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 ഇങ്ങനെ പനി തുടർന്നുകൊണ്ടേയിരിക്കുക. ഡിസംബർ മുതൽ ഇപ്പോൾ 5ാമത്തെ പ്രാവശ്യമാണ്. മോൾക്കാണെങ്കിൽ ചുമയായിട്ട് അത് കുറയുന്നില്ല. എനിക്കും ഇതുപോലെ ബ്രോങ്കൈറ്റിസും അങ്ങനെ സൈനസും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഫം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. കുറയും കൂടും, കുറയും കൂടും. അങ്ങനെ
സിസ്റ്റർ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. സിസ്റ്റർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ സങ്കീർത്തനം 91 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മനത്തിന്റെ അകത്ത്. ആ വചനം ഉറക്കെ പറയണം, എനിക്ക് ഒരനർത്ഥവും വരത്തില്ല, ഞങ്ങൾ ഈ ഭവനത്തിൽ നന്മ കാണും കേട്ടോ. ഇന്ന് ഈ വചനത്തിലൂടെ തന്നെ ഡെലിവറൻസ് ആ ഭവനത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ ബലത്തോടെ നിന്നോണം കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലം ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വലിയ പ്രവർത്തികളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. വൻ കൃപകളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ഇന്നെന്റെ കൂടെ വിശ്വസിക്കുന്ന ദൈവമക്കള് ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ച് വചനം പറഞ്ഞ് ആരംഭിച്ചാട്ടെ. കർത്താവിന്റെ വലിയ പ്രവർത്തികളെ കർത്താവ് ചെയ്യുന്നതായിരിക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നമുക്ക് ഒരുമിച്ചിന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഈ നിമിഷം തന്നെ വിശ്വസിക്കുന്ന ദൈവമക്കള് ഈ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. നന്മകളെ കണ്ടാട്ടെ, അനുഗ്രഹങ്ങളെ അനുഭവിച്ചാട്ടെ.